ഇത് കേരളമോ? തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പ്രമുഖ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് കണ്ടാൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും, വല്ലാതെ ഞെട്ടും. ബുക്കാഹറോമും IS-ഉം താലിബാനും തുടങ്ങി ലോകത്തെ ഭീകര സംഘടനകളുടെ പ്രവർത്തന രീതി ദാ ഇങ്ങ് ഈ കൊച്ചു കേരളത്തിലും. തങ്ങളുടെ ആശയങ്ങളോട് യോജിക്കാത്ത ആളുകളെ കൊന്നു തള്ളുക, അതിനായി ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക, കൃത്യം നടപ്പിലാക്കുക. എത്ര ആശങ്കാജനകമാണ് ഈ കാര്യങ്ങൾ. 2047 മതരാഷ്ട്രം സ്ഥാപിക്കുക, അതിൽ ജുഡീഷ്യറിയിലും സർക്കാരിലും സൈന്യത്തിലും നുഴഞ്ഞു കയറുക, രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ തന്നെ ഉപയോഗിക്കുക, അവർക്ക് സമുദായത്തിനിടയിൽ വലിയ അംഗീകാരത്തിന് ശ്രമിക്കുക. അങ്ങനെ വളരെ ഗോപ്യമായി നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നിരുന്ന അപകടകരമായ നീക്കങ്ങളുടെ ചുരുളുകളാണ് അഴിയുന്നത്. വോട്ട് തേടി അധികാരം വെട്ടിപ്പിടിക്കാൻ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പാലും തേനും ഊട്ടി വളർത്തിയിരുന്നവർ സമൂഹത്തിൽ ചീറ്റിയിരുന്ന വിഷം മനസ്സിലാക്കാൻ വൈകിപ്പോയോ? മനസ്സിലായിട്ടും പ്രതികരിക്കാൻ ധൈര്യമില്ലേ ആർക്കും? അയലത്തെ അപകടം ഇനിയെങ്കിലും തിരിച്ചറിയുമോ? പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, വളർ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇട നിരീക്ഷകൻ ശ്രീ സുഭാഷ് ബാബു, റിട്ടയർഡ് SP എന്നിവർ ഈ വാർത്തയിൽ, ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീ സുഭാഷ് ബാബു, നമ്മൾ 2-3 വർഷമായി ചർച്ച ചെയ്യുന്ന PFI നിരോധനത്തിന് ശേഷം ഒരുപാട് ചർച്ചകൾക്ക് നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഈ പുറത്തു വരുന്ന കാര്യങ്ങളൊന്നും, അവരുടെ സംവിധാനങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ എത്ര കൃത്യതയോടെയാണ് അവർ ആസൂത്രണം ചെയ്തത് എന്നുള്ളതും, അതെങ്ങനെയാണ് നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതും, എത്രത്തോളം ആ വിഷയങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ വളരെ വ്യക്തമാവുകയാണ്. ഈ ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എത്ര ഗൗരവതരമായാണ് നമ്മുടെ സമൂഹത്തിൽ അവർ ഇടപെട്ടത് എന്നുള്ളത് വ്യക്തമാവുകയല്ലേ? തീർച്ചയായിട്ടും. കാരണം അത് ഇപ്പോ PFIയുടെ ഫോർമേഷന് ശേഷമല്ല, ഇത് അതിനു മുമ്പ് തന്നെ NDFI എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായപ്പോൾ തന്നെ അവര് ഇതേമാതിരിയുള്ള പ്രവർത്തനം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കന്ന് 5 വിങ്ങായിട്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. അതിനകത്ത് അനഹൈലേഷൻ സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലതിനും ഉണ്ടായിരുന്നു, എക്കണോമിക് സ്ക്വാഡ്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അവര് ഓരോ അവസരത്തിനനുസരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപഭാവം മാറ്റി, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ അവർ മാറി. ആദ്യം അവരുടെ സംവിധാനം എന്താണെന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വേണമെങ്കിൽ പ്രവർത്തിക്കാം, പക്ഷെ അടിസ്ഥാനപരമായിട്ട് കൂറ് ഈ സംഘടനയോടായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവരെ സംഘടനാ രീതിയിലേക്കും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിയുടെ ആശയത്തിലേക്കൊക്കെ പോയത്. ഇത് ആദ്യം മുതലുള്ളതാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. അവർക്ക് ഒരു ഒരു പബ്ലിക് റിലേഷൻസ് വിഭാഗം ഉണ്ടാവും, അതുപോലെ ഒരു ഇന്റലിജൻസ് വിഭാഗം ഉണ്ടാവും, ഒരു എക്കണോമിക് വിഭാഗം ഉണ്ടാവും, അതുപോലെ തന്നെ ഇതേമാതിരി ഒരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ അനഹൈലേഷൻ സ്ക്വാഡ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് മാറ്റിയിട്ട് സർവീസ് വിങ് അല്ലെങ്കിൽ ഓപ്പറേഷൻ വിങ് എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് അവര്. അപ്പൊ ഈ അസോൾട്ട് വിങ് എന്നൊക്കെയാണ് റിപ്പോർട്ടർ വിങ്, ഹിറ്റ് വിങ്, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട അങ്ങനെ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, 3ഓളം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് NIA-യുടെ കണ്ടെത്തൽ. ഒരു മിനിറ്റ് പറയൂ സർ, പറയൂ. സുഭാഷ് ബാബു, കേൾക്കാമോ? അത് അങ്ങനെ ഉള്ളത്. അപ്പൊ അവരോരോ സമയത്ത് പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം അസോൾട്ട് വിങ് ആണ്, പണ്ട് അനഹൈലേഷൻ സ്ക്വാഡ് എന്ന് പറയുന്നത് ഇപ്പൊ അസോൾട്ട് വിങ് ആയി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനുള്ള പ്രധാനമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ, ഇവര് തുടങ്ങിയ കാലം മുതല് അവരുടെ താല്പര്യങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്ന അന്യമതസ്കാരം, അവരുടെ മതത്തിലുള്ള ആളുകളാണെങ്കിലും ശരി, അവര് പോയി താക്കീത് ചെയ്യുള്ളൂ. അവരെ ഒന്നും ഏതെങ്കിലും ശാരീരികമായിട്ടോ ഉപദ്രവിക്കുകയോ ഉന്മൂലനം ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിബന്ധം നിൽക്കുന്ന, അവരുടെ സ്ത്രീകളുമായിട്ട് ബന്ധം, അല്ലെങ്കിൽ അവരുടെ സംഘടനകളുടെ വ്യാപാരത്തിന് തടസ്സമായി നിൽക്കുന്ന, അതിന് പാരലായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് മറ്റ് ഇതര മതസ്ഥരെയാണ് അത് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അവരുടെ മതത്തിൽപ്പെട്ട ആളുകളെ ഉപദ്രവിക്കുന്ന പരിപാടിയില്ല. അവരെ താക്കീത് ചെയ്യുകയും ബാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പരിപാടികളാണ്. അല്ലെ അവരെ മറ്റു രീതിയിൽ അവരുടെ മഹലെ സംബന്ധിച്ച ചില ബുദ്ധിമുട്ടുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റാളുകളെ ഉപദ്രവിക്കുക, അവരെ ആക്രമിക്കുക, അത് അവരെ ആരാക്രമിക്കുന്നു എന്നുള്ളത് ഇത് തന്നെയാണ് അന്നത്തെ സിസ്റ്റം. അതാണ്. കാരണം ആരാക്രമിക്കണമെന്നല്ല, ഇവരുടെ ഒരു ഇതേമാതിരി ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട്
ഈ ട്രെയിനിങ് ഒക്കെ നടത്താൻ ഫിസിക്കൽ ആംസ് ട്രെയിനിങ് ഒക്കെ നടത്തിയിരിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടി അവർ ഇയർമാർക്ക് ചെയ്ത കുറെ ആളുകളുണ്ട്. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ തയ്യാറായിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവർ കൊടുത്തു. എന്തിനു വേണ്ടി, എവിടെ പോകണം, എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ അവർക്ക് വ്യക്തമായ സൂചന, ആ സ്ഥലത്ത് എത്തിയതിനു ശേഷം അവർക്ക് ഒരു സൂചന, അവരുടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ സൂചന അറിയിക്കുകയും അവർക്ക് ആവശ്യമുള്ള ആയുധം അവർ തന്നെ കൊടുക്കുകയും ആ ആയുധം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിന് പ്ലാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. ആ പ്ലാൻ അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം എസ്കേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായ പ്ലാനുകളുണ്ട്. ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും, ലീഗലായിട്ടുള്ള അസിസ്റ്റൻസ് എല്ലാം. നമ്മൾ അന്ന് ഈ 2022 ഈ PFI നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഇതിനെന്താണ് കോൺക്രീറ്റ് പ്രൂഫ്, എന്താണ് ഇത്തരം ഒരു അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ അല്ലെങ്കിൽ ചില താല്പര്യങ്ങൾ വെച്ചുള്ള കണ്ടെത്തൽ എന്നതിനപ്പുറം ഇതിനെന്താണ് കോൺക്രീറ്റ് പ്രൂഫ് എന്നുള്ള ചോദ്യം പലപ്പോഴും ഉയർന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ അതിൻ്റെ ചില പേജുകളിലൊക്കെ വരുന്ന വിഷയങ്ങളിൽ അത് കോടതി വ്യക്തമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഗൗരവതരമാണ് നിരീക്ഷണം കോടതിക്ക് ഉണ്ടുതാനും, അത് ചില സ്വാധീനങ്ങളുടെ പുറത്താണ് എന്നും ഒക്കെ ആരോപിച്ച് വന്നവരെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. അവരാരും പ്രതികരിക്കാനോ ചർച്ചകളിൽ ഇരിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലായി, കൃത്യമായ തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് പക്കൽ ലഭിച്ചിട്ടുണ്ട്, അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്, ഇനിയും നടപടികൾ ഉണ്ടാകും, ഇനി വളരെ പെട്ടെന്ന് ഈ സംഘടനകൾ വീണ്ടും പൊങ്ങി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളൊരു മനസ്സിലാക്കലും കൂടി സംഭവിച്ചിട്ടുണ്ടോ? ഇതിൽ ആദ്യം മുതൽ തന്നെ ഇവരെ ഒന്നും ഫലപ്രദമായിട്ട് ചോദ്യം ചെയ്യുകയോ നടപടികൾക്ക് വിധേയമാക്കുകയോ ചെയ്യാനുള്ള വൈമനസ്യം ഭരണ സംവിധാനങ്ങൾക്കും പോലീസ് വിഭാഗത്തിനും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണുള്ളത്. ഞാൻ കുറെ അധികം കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരുപാട് കേസുകൾ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത് എനിക്കറിയാം. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. അവരെ നമ്മൾ വളരെ കൂലങ്കഷമായി ചോദ്യം ചെയ്യുകയും നമ്മൾ വളരെ കർക്കശമായ രീതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ അനുഭവസ്ഥനായതുകൊണ്ട് പറയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതിന് തയ്യാറാകാനും ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനും ഉദ്യോഗസ്ഥന്മാരില്ലായിരുന്നു. സംവിധാനങ്ങളെ അതിനനുസരിച്ച് സഹായിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം നേരത്തെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏത് ഗവൺമെന്റായാലും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും എവിടെയും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ അഭാവം, അതായത് ധൈര്യത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ഇവരുടെ ഇതേമാതിരി ദുഷ്ചെയ്തികള്, ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സംവിധാനം നമുക്ക് എഫക്റ്റീവായിട്ട് സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാരും പ്രവർത്തിക്കാൻ താല്പര്യമുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാർ പോലും ഉണ്ടായിട്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയൊക്കെ അലങ്കോലങ്ങളും ഇതേമാതിരിയുള്ള പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒക്കെ നടന്നിരിക്കുന്നത്. ഇപ്പൊ NIA വന്നതിന് ശേഷം അവരെ സംബന്ധിച്ചുള്ള ഇവർ വളരെ കർശനമായിട്ട് ഇവരെ ചോദ്യം ചെയ്യുകയും അതിന് തെളിവ് ശേഖരിക്കുകയും ചെയ്യും. അത് വേണ്ട രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുടെ എല്ലാവിധ സംരക്ഷണവും സഹായവും അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് അവർ ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇത് വന്നതോടു കൂടിയിട്ടാണ് ഇതിന്റെ പ്രവർത്തനത്തിന് വളരെ ദോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ഇതേമാതിരി അറസ്റ്റ് നടന്നതും ഡീറ്റൻഷൻ നടന്നതും ഇതിന്റെ വ്യക്തമായ തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ. പണ്ടെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് ചാർജ് ചെയ്യാൻ നോക്കുക എന്നല്ലാണ്ട് ആ തെളിവ് ശേഖരണത്തിന്റെ ഗൗരവതരമായ ആ പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങി പോകുന്നതിന് വേണ്ടിയിട്ട് സംവിധാനങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിന് പറയുന്നതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. അത് പരാജയപ്പെടുത്തിയതാണെന്ന് ഞാൻ പറയില്ല. അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടേതായ പല കാര്യങ്ങളെ കാണിക്കും. എന്നാലും ശരി, അവരവന് വേണമെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് അത് ചെയ്യാമെന്ന് എനിക്ക് ബോധ്യമുള്ളതാണ്. ഞാൻ അന്വേഷിച്ച കേസുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ തെളിയിക്കാൻ. തിരിച്ചു വരാം സർ, ദയവായി തുടരുക. സസീദ് പണിക്കർ, ഇവിടെ ഇന്ന് നമ്മൾ നേരത്തെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പുറത്തു വന്നിരുന്നു. SDPI എന്ന രാഷ്ട്രീയ സംഘടനയെ, പ്രസ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭരണം പിടിക്കുക, അതിന് പല വഴികളുണ്ട്. അത് ആ സമുദായത്തിനിടയിൽ വളരെ കൃത്യമായി തന്നെ അവരെ മാത്രം അംഗീകരിക്കപ്പെടുന്നൊരു കൂടുതൽ അംഗീകാരം നേടാനുള്ള ശ്രമങ്ങൾ നടത്തുക, അത്തരത്തിലുള്ള പ്രവർത്തന രീതികളുമായി മുന്നോട്ട് പോവുക, 2047 മതരാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് എത്തിക്കുക, ജുഡീഷ്യറിയിലും സൈന്യത്തിലും ഭരണ സംവിധാനത്തിലുമൊക്കെ നുഴഞ്ഞു കയറുക. ഇത് എത്ര ചിട്ടയോടെ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്നത് വളരെ വ്യക്തമായി ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ 2-3 വിങ്ങായി, 3 റിപ്പോർട്ടർ വിങ്, ഹിറ്റ് വിങ് തുടങ്ങിയ കാര്യങ്ങൾ, ഓരോ കാര്യവും ആസൂത്രണം ചെയ്യാൻ പ്രത്യേക സംവിധാനങ്ങൾ, അതിനായി പ്രത്യേകം ട്രെയിൻ ചെയ്തെടുത്ത കേഡറ്റുകൾ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ഇത്തരം സംഘടനകൾ മുന്നോട്ട് പോയത് എന്നും മനസ്സിലാക്കാൻ, സുഭാഷ് ബാബു പറഞ്ഞ പോലെ ഇത് മനസ്സിലാക്കാനും വലിയ വിഷം ഇവരൊക്കെ വിതറുന്നുണ്ട് എന്നുള്ളത് ധൈര്യത്തോടെ വിളിച്ചു പറയാനൊന്നും നമ്മുടെ സംവിധാനങ്ങളൊന്നും തയ്യാറായിരുന്നില്ല. അതിൻ്റെ ആത്യന്തിക ഫലമല്ലേ ഇപ്പോൾ ഈ പുറത്തു വരുന്നതും നമ്മൾ അനുഭവിക്കേണ്ടിയിരുന്നതുമായ പ്രശ്നങ്ങൾ? നിശ്ചയമായും രഞ്ജിത്ത്, നമ്മൾ ഇത് പറയുന്ന സമയത്ത്
നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആശയപ്രചരണത്തിലൂടെ വളരുക എന്നുള്ളതായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ മുഖം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ പലപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെ എടുത്തതിന് ശേഷം അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ പൊതുവെ മുസ്ലിം സമുദായം ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന ഒരു തോന്നലുണ്ടാക്കുകയും ആ തോന്നലിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ പല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയുള്ള ഇവർ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ പല രീതിയിലും ഒരുപക്ഷെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒക്കെ തന്നെ അവരുടെ വലയിൽ വീണ് അതിനെ അനുകൂലിക്കുന്ന, അവർ പറയുന്നതിനെ പാരറ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ തന്നെ ഇവിടെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അവരെടുത്തിരുന്ന പല വിഷയങ്ങളും അങ്ങനെ ഒരു മുസ്ലിങ്ങളെ ബാധിക്കുന്നതല്ലാത്ത വിഷയങ്ങൾ പലതിനെയും എടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമം അത് നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക്, മുസ്ലിങ്ങൾക്കെന്ന് മാത്രമല്ല ഇന്ത്യൻ പൗരന്മാർക്ക് അത് ബാധകമല്ല എന്ന് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഡ്രാഫ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുമായിരുന്നു. എന്നിരുന്നാലും ഇവരാണ് ഒരുപക്ഷെ ആദ്യമായിട്ട് തന്നെ ഇത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നതിന്, അവർക്ക് ഒരു രാജ്യമില്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന മട്ടിലുള്ള ഒരു ആശയ പ്രചരണം ആരംഭിച്ചത്. അപ്പോൾ പെട്ടെന്ന് ഇത് ആൾക്കാർക്ക് ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇതിൽ കാണുകയും രാഷ്ട്രീയ ലാക്കോടുകൂടി മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ അതിനെ പാരറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ തുടങ്ങി. അപ്പോൾ അത് പിന്നീട് ഒരുപക്ഷെ അവരിൽ നിന്ന് കൂടി ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ലക്ഷ്യത്തിൽ വന്നു എങ്കിൽ അതിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിവൈഡുണ്ട്, നമ്മുടെ പോപ്പുലേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിവൈഡുണ്ട്. അങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ മുന്നിലേക്ക് വെച്ച് അതിൻ്റെ പേരിൽ ആശയപ്രചരണം നടത്തി ആ ആശയത്തിലൂടെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ അപരവൽക്കരിക്കപ്പെടുന്നു, നിങ്ങളെ ശരിയായ പ്രതിനിധാനം ചെയ്യുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആശയപ്രചരണം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അതിനൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഐഡന്റിറ്റി വേണം എന്നുള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഭാഗം. അതുകൂടാതെയാണ് ഇപ്പോൾ NIA പറഞ്ഞിരിക്കുന്ന, താങ്കൾ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ടേഴ്സ് വിങ്. അപ്പോൾ അതെന്തിനാണ്? ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ, ദിവസേനയുള്ള വിവരങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ്. ഫിസിക്കൽ ആൻഡ് ആംസ് ട്രെയിനിങ് വിങ് എന്ന് പറഞ്ഞുകൊണ്ട് വെപ്പൺസ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടൊരെണ്ണം. പിന്നീട് ഏറ്റവും അവസാനം ഏറ്റവും ഭീകരമായിട്ടുള്ള ഈ തീവ്രവാദ അറ്റാക്ക് പ്ലാൻ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള സർവീസ് ആൻഡ് ഹിറ്റ് ടീംസ്. ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കൊണ്ടുവന്ന് അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറൊക്കെ കൊടുത്തതിന് ശേഷം പൂർണ്ണമായിട്ടും ഇവർ ശ്രമിച്ചിരുന്നതെല്ലാം തന്നെ സംഘടനയെ ശക്തിപ്പെടുത്തി ഈ 2047 എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2047 അധികാരം പിടിച്ചെടുക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോ അവരുടെ ഏതെങ്കിലും ഒരു കൂട്ടുമുന്നണിയോ ശ്രമിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം തന്നെ തെറ്റായിട്ടുള്ള ഒരു ഐഡിയോളജിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മതരാഷ്ട്ര സ്ഥാപനം ഉണ്ടാകണം എന്ന അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സെക്കുലർ സ്വഭാവങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തി ഇങ്ങനെ ഒരു ഇസ്ലാമിസ്റ്റ് ഭരണം ഇവിടെ കൊണ്ടുവരണം എന്ന അർത്ഥത്തിലാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ അതിന്റെ ബ്ലൂ പ്രിന്റ് ആണ് പുറത്തു വന്നത്. അത് ഇസ്ലാമിസ്റ്റ് റൂൾ ഇവിടെ കൊണ്ടുവരണം എന്നതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് രാജ്യവ്യാപകമായിട്ടാണ്, ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്നുള്ളതല്ല, ഐഡിയോളജിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്തിനെ മാറ്റണം എന്ന രീതിയിലത്തേക്കും അതുവഴി കംപ്ലീറ്റ്ലി ഒരു പൊളിറ്റിക്കൽ ഡിവൈഡ്, ഒരു പോപ്പുലേഷൻ ഡിവൈഡ് ഒക്കെ തന്നെ ഉണ്ടാക്കണം എന്നുള്ള അർത്ഥത്തിലുമാണ്. അപ്പോൾ അതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരാര്, ആ ആൾക്കാരുടെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക. അതിപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ ഇവർക്ക് വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്സ് അനലൈസ് ചെയ്യാനുള്ള വിഭാഗങ്ങളും ഉണ്ടാകുമല്ലോ. അപ്പോൾ അവരെന്താ ചെയ്യുക? പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ആരൊക്കെയാണ് ഇവിടെ ത്രെട്ട്, ഇനി ഭാവിയിലേക്ക് പോകുമ്പോൾ ഏത് രാഷ്ട്രീയ കക്ഷിക്കാണ് ഒരുപക്ഷെ അധികാരത്തിൽ ദീർഘകാലം തുടരാനുള്ള സാധ്യത, നമുക്ക് ഉള്ള പൊളിറ്റിക്കലായിട്ടാണെങ്കിലും സാമൂഹ്യമായിട്ടാണെങ്കിലും ഉള്ള റൈവൽസ് ആരാണ്, ഇത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അവരെ ഓരോരുത്തരെയും എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രോഡർ പദ്ധതി ഉണ്ടാക്കി അത് നടപ്പാക്കി തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ ഇത് കേവലം ഒരു ആശയ രൂപീകരണ ഘട്ടത്തിലോ ബീജാപാപത്തിലോ ഒന്നും ഇരിക്കുകയായിരുന്നില്ല. ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ 2-3 വർഷം മുമ്പ് അവർ കൊല്ലുക വഴി അതിന്റെ എക്സിക്യൂഷൻ ലെവലിലേക്ക് അവർ കടക്കുകൂടി ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതികർശനമായിട്ടുള്ള വ്യവസ്ഥകൾ അവർക്ക് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. UAPA പോലെയുള്ള കാര്യങ്ങൾ, അതിൽ തന്നെ കോൺസ്പിരസി, അത് ഇന്റന്റോടുകൂടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല, ഒരു മനുഷ്യനും ഈ രീതിയിലത്തേക്ക് ചിന്തിക്കുകയോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വംശീയമായിട്ടുള്ള ഒരു ഉന്മൂലനം നടത്തിക്കൊണ്ട് രാഷ്ട്രീയമായി രാജ്യത്തിനെ അപരവൽക്കരിച്ചുകൊണ്ട് ഇവിടെ ഏകപക്ഷീയമായിട്ടുള്ള മതരാഷ്ട്ര സ്ഥാപനം നടത്താം എന്ന രീതിയിലത്തേക്ക് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ രാജ്യത്തിന് ആപത്താണ്. ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഈ ലോകത്ത് തന്നെ ലോകക്രമത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ട്. ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അതൊക്കെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല ആൾക്കാരുണ്ട്. എല്ലാവർക്കും PFI നിറമായിരിക്കില്ല, ആ മുഖമായിരിക്കില്ല, പക്ഷെ മറ്റു പല പേരുകളിൽ അറിയപ്പെട്ട് ഇതിനെയൊക്കെ തന്നെ ന്യായീകരിക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കൃത്യമായി കണ്ടുപിടിച്ച് അവരെ സൊസൈറ്റിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകുക എന്നും ഇവരുടെ ആശയ പ്രചരണത്തിന് എത്ര അളവ് വരെ തടയാൻ. പക്ഷേ ഈ വിഷയത്തിൽ PFI നിരോധനം വന്നപ്പോഴും ശ്രീത്ത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചപ്പോഴും ഒക്കെ ഒരു ഭാഗത്തുനിന്ന് ഉയർന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്കറിയാം സർക്കാർ
സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനം വന്നു. അവരുടെ അന്വേഷണ ഏജൻസികൾ ചില ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നുവെന്നും സംഘപരിവാർ സ്വഭാവമല്ലേ, അതേ സ്വഭാവമുള്ള സംഘടനയല്ലേ സംഘപരിവാർ, പ്രസ്ഥാനങ്ങൾക്കും ഇതേ സ്വഭാവങ്ങളുള്ള ഒരുപാട് താതാത്മ്യങ്ങളുണ്ടല്ലോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഇപ്പോൾ കാണുന്നില്ല. ചർച്ചകൾക്ക് പോലും ഇരിക്കാൻ അവരാരും തയ്യാറാകുന്നില്ല, ന്യായീകരിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഇപ്പോൾ കോൺക്രീറ്റ് എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുകയാണ്. അത് കോടതി മുഖവിലയ്ക്കെടുത്തു എന്ന് വേണം കരുതാൻ. ശ്രീജിത്ത് പറഞ്ഞ ശ്രീനിവാസൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ജാമ്യവാദത്തിൻ്റെ ഉത്തരവിലായിരുന്നു ഈ സംഭവത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത്. തീർച്ചയായിട്ടും. നോക്കൂ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു ആശയ പ്രചരണത്തിന് വേണ്ടിയിട്ട് മാത്രം പോകുന്നു എന്നൊരു മുഖം പുറത്ത് സൃഷ്ടിച്ചുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ അണ്ടർ ദ ഹുഡ് ഇവർ ചെയ്തിരുന്ന പ്രവൃത്തികളാണ്. വളരെ കൃത്യമായിട്ട് പ്രീമെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തീവ്രവാദ ആസൂത്രണം ഇതിന് പിന്നിൽ കാണാൻ കഴിയും. വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. 950-ലധികം ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അതിൽ ജേർണലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുണ്ടാകും, കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഉണ്ടാകും, രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാകും, ഒരു ജില്ലാ ജഡ്ജുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം 1 by 1 എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ലിസ്റ്റ് എത്രത്തോളം ബൃഹത്താണ്, അത് എത്ര കാലം എടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു പ്ലാനിംഗ് അല്ല, മറിച്ച് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി എവിടെയെല്ലാം അവർക്ക് പ്രതിബന്ധം സൃഷ്ടിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടോ അവരെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അവരെ ഓരോരുത്തരെയും, ഇത് ലിസ്റ്റ് ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ, ഓരോരുത്തരെയും എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് മാർഗങ്ങളെന്ന് ആസൂത്രണം ചെയ്തു വരിക എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രീമെഡിറ്റേറ്റഡ് പ്ലാൻ ഉണ്ട്. അതൊരു തീവ്രവാദ സംഘടനയ്ക്ക് മാത്രം കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്ലാനിംഗ് ആണ്. 2, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ദളങ്ങളുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാനിംഗ് മാത്രമായിരുന്നില്ല, അതിൻ്റെ എക്സിക്യൂഷൻ ലെവലിലേക്കും അവർ പോയിരുന്നു എന്നുള്ളതാണ്. പിന്നെ വളരെ കൃത്യമായിട്ട് നമ്മുടെ സംവിധാനങ്ങളെ കൂടി തകർക്കുക, അതായത് രാഷ്ട്രീയ എതിരാളികളെയോ സാമൂഹ്യ എതിരാളികളെയോ തകർക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നമ്മുടെ നാട്ടിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളെ കൂടി ആക്രമിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ എങ്ങനെയാണ് ഒരു മുൻ ജില്ലാ ജഡ്ജിനെ അവർക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് കഴിയുക? അപ്പോൾ നമ്മുടെ ഡെമോക്രസിയെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ നീതി നിർവഹണ സംവിധാനത്തിനെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ നിയമ നിർമ്മാതാക്കളെ, അവരെ എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യുന്ന, എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്ക് അവർ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതിനൊരു വലിയ എസ്കലേറ്റ് ചെയ്തിട്ട് ഒരു തലം നൽകിക്കൊണ്ടാണ് അത് ദേശീയമായിട്ട് തന്നെ ഒരു ഇസ്ലാമിസ്റ്റ് ഭരണം സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കുമെന്ന രീതിയിലത്തേക്ക് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ബസ്റ്റ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള തെളിവുകൾ ആ ഒരു സമയത്തും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഇങ്ങനെ ഒരു നടപടി എടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. എങ്കിൽ പോലും ആൾക്കാർ തെളിവ് ചോദിച്ചു. അപ്പോൾ ഇന്ന് ഈ തെളിവ് ചോദിച്ചിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു സംവാദം വരുന്ന സമയത്ത് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവരൊക്കെ ടെറർ അപ്പോളജിസ്റ്റുകളാണെന്നാണ്, ഇവരെല്ലാം തീവ്രവാദ അനുകൂലികളാണ് എന്നാണ്. അങ്ങനെ തീവ്രവാദ അനുകൂലികളായിട്ടുള്ള ഒരാളെയും നമുക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പരിഗണിക്കാനേ കഴിയുന്നതല്ല. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്ത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ആരെങ്കിലും പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ജനാധിപത്യ സമൂഹത്തിൽ നിലനിൽക്കാൻ ഇടം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ല എന്ന് ബോധ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ തള്ളിപ്പറയാൻ തയ്യാറാകണം. തള്ളിപ്പറയാൻ തയ്യാറായില്ല എങ്കിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരും തീവ്രവാദികളും ഒന്ന് തന്നെയാണ്. ഒരൊറ്റ കാര്യം പറയാം, ഒരു തീവ്രവാദിയും ഒരു തീവ്രവാദ അനുകൂലിയും തമ്മിലുള്ള അതിർവരമ്പെന്ന് പറയുന്നത് അങ്ങേയറ്റം നേർത്തതാണ്. അത് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകാനായിട്ട് വലിയ താമസമൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങളൊരു തീവ്രവാദ അനുകൂലി അല്ല എങ്കിൽ നിങ്ങൾ അതിനെ തള്ളിപ്പറയാനായിട്ട് തയ്യാറാകണം. അല്ലാതെ ക്രിയാത്മകമായിട്ടുള്ള സംവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയല്ല വേണ്ടത് എന്നുള്ളത് അവരോടുള്ള അഭ്യർത്ഥനയാണ്. ശരി രാഹുൽ ഈശ്വർ, ഇവിടെ വലിയ ഒരു ലിസ്റ്റാണ്. 900-ന് മുകളിൽ ആളുകളെ കൊലപ്പെടുത്തുക എന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കി. നമ്മുടെ സംസ്ഥാനത്തെ കാര്യമാണ്. എന്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതിയാണെന്ന് ആലോചിക്കണം. അതിന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്, 3 ഘട്ടങ്ങളിലായുള്ള ആസൂത്രണമുണ്ട്. അങ്ങനെ വളരെ കൃത്യമായി നടപ്പാക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട്, അവർ കണ്ടെത്തിയ തെളിവുകൾ, അത് കോടതിയെ തന്നെ അംഗീകരിച്ച തരത്തിൽ ഇന്നലെ കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശവും ഉണ്ടായിരുന്നു. അതനുസരിച്ചുള്ള ഉത്തരവും വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ സമൂഹത്തിൽ അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളോട് യോജിക്കാത്തവരെ അത്തരത്തിൽ കൊലപ്പെടുത്തുക എന്ന ദുഷ്ടലക്ഷ്യം, ഗൂഢലക്ഷ്യം ഇട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ അംഗീകരിക്കാനും അവർക്കൊപ്പം പ്രവർത്തിക്കാനും അവരെ തള്ളിപ്പറയാത്തവരുമുണ്ട് എന്നുള്ളതാണ്. എത്ര ഞെട്ടിപ്പിക്കുന്നതാണ്, എത്ര ഗൗരവതരമാണ് ചില ആളുകളുടെ മനോഭാവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. കേരളത്തിൽ വിശിഷ്യ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല മുസ്ലിം സംഘടനകളുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള, തങ്ങൾ കുടുംബം നയിക്കുന്ന വളരെ ബഹുസ്വരവാദികളായ, മതസൗഹാർദ്ദവാദികളായ മുസ്ലിം ലീഗ് മുതൽ പണ്ട് മുതലേ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും പുരോഗമനമായ പല കാര്യത്തിനും നേതൃത്വം കൊടുത്ത ഫസൽ ഗഫൂർ സാറിന്റെ MES അടക്കം ഒരു ഇവോൾവിംഗ് ആണെങ്കിലും, ഒരു പഴയ രീതിയിലുള്ള ഇസ്ലാമിക രാഷ്ട്രം വേണമെന്നുള്ള ആശയത്തിൽ നിന്ന് ഇവോൾവ് ചെയ്ത ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും, സർവാദരണീയരായ സമസ്തയാണെങ്കിലും ഒക്കെ ഒരുപാട് മികച്ച മുസ്ലിം സംഘടനകൾ നമുക്കുണ്ട്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അങ്ങനെയല്ല. അവർ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയാണ്. ഇസ്ലാമിക് വേറെ,
വേറെ, ഇസ്ലാമിസ്റ്റ് വേറെ. ഇസ്ലാമിക് എന്ന് പറയുന്നത് പരിശുദ്ധവും വിശ്വാസപരവും ആത്മീയവും ദൈവികവും ഒക്കെയാണ്. എന്നാൽ ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്നത് അധികാര രാഷ്ട്രീയം കൈപ്പിടിയിൽ ഒതുക്കാനായി തീവ്രവാദത്തിന്റെയും ആയുധത്തിന്റെയും മറ്റും കാര്യങ്ങൾ, അല്ലെങ്കിൽ ആയുധത്തിലൂടെ, പേടിയിലൂടെ, ഭീകരവാദത്തിലൂടെ തങ്ങളുടെ ആശയങ്ങൾ സ്ഥാപിക്കാൻ നോക്കുക. അതിന്റെ ഒരു വലിയ റിഫ്ലക്ഷനാണ് ജോസഫ് പാഷന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കുന്നതിന് പകരം കൈവെട്ടി കളയാം എന്ന് പറയുന്ന ചിന്തയുള്ളവരാണ് പോപ്പുലർ ഫ്രണ്ടുകാർ. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിസ്റ്റ് സംഘടനയെ മുഖ്യധാര മുസ്ലിം സഹോദരങ്ങളടക്കം മാറ്റി നിർത്തുന്ന ആൾക്കാരിൽ ഒരാളാണ്. രണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എനിക്കെതിരെ വ്യക്തിപരമായി സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അഖിലാഹാദിയ വിഷയത്തിലടക്കം ഞാനെന്ന വ്യക്തിക്കെതിരെ തന്നെ ഇവർ സുപ്രീം കോടതിയിൽ പോവുകയും മറ്റും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർക്ക് പലപ്പോഴും ബാക്കി സമൂഹത്തിൽ നിൽക്കുന്ന ആൾക്കാരെ യാതൊരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള മിതവാദികളെയും മറ്റും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒക്കെ കുറെ കൂടെ ഹയർ വെർഷനായ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര വെർഷനായ ഐസിസ്, ആ ഐസിസിന്റെ ത്രെറ്റ് 2018 ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിക്ക് ഗസ്റ്റായി പോയപ്പോൾ, അതൊരു ആശയ സംവാദമായിരുന്നു, പോയപ്പോൾ അവിടെ ഒരു ഐസിസ് ത്രെറ്റ് അടക്കം ഉണ്ടാകുക ചെയ്യുകയുണ്ടായി. അവർക്ക് പിന്നീട് പോപ്പുലർ ഫ്രണ്ടിനോടും ചില ക്യാമ്പുകളോടും ഒക്കെ ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വന്നു. അന്ന് ശ്രീജിത്ത് സാറായിരുന്നു എറണാകുളത്ത് ആ പരിപാടിക്ക് വന്നത്. സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ വെച്ചായിരുന്നു. ഞങ്ങളെയൊക്കെ സേഫായ സ്ഥലത്തിലേക്ക് മാറ്റുകയും മറ്റും ചെയ്തു. അപ്പോൾ ഇത് വളരെ ഗൗരവമായ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് സ്വഭാവമുള്ള സംഘടനയാണെന്നുള്ളത് ഒരു വസ്തുതയാണ്, നമ്മളത് മനസ്സിലാക്കണം. 3, ഞാൻ RSSകാരനല്ല, പക്ഷേ ഇതൊരു ഫോൾസ് ഇക്വലൻസ് ആണ് RSSും പോപ്പുലർ ഫ്രണ്ടും എന്ന് പറയുന്നത്. RSSും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. RSSനെ താത്വികമായി കമ്പയർ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ മുസ്ലിം ലീഗിനോടോ അല്ലെങ്കിൽ കുറച്ച് കൺസർവേറ്റീവ് ആംഗിളിലാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോടോ ഒക്കെ കമ്പയർ ചെയ്യാം. അങ്ങനെയാണ് പണ്ട് ഇന്ത്യൻ ഭരണകൂടം ബാലൻസ് ചെയ്യാനായി RSSനെ ജമാഅത്തെ ഇസ്ലാമിയെ ഒരുമിച്ച് ബാൻ ചെയ്യുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനപ്പുറം മുഖ്യധാരയാണ് RSS, മുഖ്യധാരയാണ് മുസ്ലിം ലീഗ്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് മുഖ്യധാരയല്ല, ഒരു ഫ്രിഞ്ച് റാഡിക്കൽ ഗ്രൂപ്പാണ്. ഫോൾസ് ഇക്വലൻസിന് വേണ്ടി മാത്രമാണ് RSS. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തു, അതുകൊണ്ട് RSSനെ കൂടെ ബാൻ ചെയ്യണം എന്ന് പറയുന്നത് ഒരു വ്യാജമായ ഫോൾസ് ഇക്വലൻസ് ആണ്. അതൊരു ലോജിക്കൽ ഫാലസിയാണ്. അത് പൂർണ്ണമായും തെറ്റാണ്. ഇനി 2, പേരെടുത്ത് പറയുകയാണെങ്കിൽ ശശികല ടീച്ചറിനോട് 100 കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ശശികല ടീച്ചറിനെ വധിക്കാൻ ശ്രീ വത്സൻ തില്ലങ്കേരി, വ്യക്തിപരമായി നമുക്കെല്ലാം അറിയുന്ന ഒരാളാണ് വത്സൻ തില്ലങ്കേരി, നമ്മുടെ ശബരിമലയിലടക്കം വലിയൊരു സേവനം നിർവഹിച്ച വ്യക്തിയാണ്. ശബരിമല പ്രക്ഷോഭകരെ നിയന്ത്രിച്ച് നിർത്താനും ഒരിക്കലും കൈവിട്ടു പോകരുത് എന്ന് പിണറായി വിജയൻ സഖാവിന്റെ പോലീസ് പോലും വത്സൻ തില്ലങ്കരിയുടെ നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഒരു സമവായവും സമന്വയവും ഒക്കെ കൊണ്ടുവന്ന്. ശ്രീ വത്സൻ തില്ലങ്കേരി അടക്കം, ശ്രീമതി ശശികല ടീച്ചറിനെ അടക്കം, ശ്രീജിത് ഭായ് പറഞ്ഞതുപോലെ മുൻ ജില്ലാ ജഡ്ജി അടക്കം കൊല്ലാൻ അല്ലെങ്കിൽ അവർ ശ്രമിച്ചു. ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്ന് പറയുന്നത് തീവ്രവാദ സ്വഭാവം തന്നെയാണ്, അല്ലെങ്കിൽ എക്സ്ട്രീമിസവും റാഡിക്കലിസവും ടെററിസവും തന്നെയാണ്. അപ്പോൾ ആശയപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കൊല്ലുകയല്ലോ, നമ്മൾ സംവദിക്കുകയല്ലേ ചെയ്യുക. ഇവിടെയാണ് ഇനി NIA പറയുന്നതിന്റെ ഒരു കാര്യം കൂടി. ഇന്ത്യയിൽ CBIയുടെ കൺവിക്ഷൻ റേറ്റ് 74.59 ആണ്. EDയുടെ രാഷ്ട്രീയക്കാരോടുള്ള കൺവിക്ഷൻ റേറ്റ് വളരെ മോശമാണ്, 1% മാത്രമാണ്. പക്ഷേ ഓർക്കുക, NIAയുടെ കൺവിക്ഷൻ റേറ്റ് 94.7 ആണ്. നിയർലി 95% കൺവിക്ഷൻ റേറ്റ് ഉള്ള ഒരു ഏജൻസിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ ആ ഏജൻസിക്ക് വേറെ ബയസ് ഉണ്ടെന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. NIA കോൺഗ്രസ് സർക്കാർ തുടങ്ങിയ നമ്മുടെ മുംബൈ തീവ്രവാദാക്രമണത്തിന് ശേഷം രാജ്യത്തിന്റെ സുരക്ഷയിൽ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും കടന്നു വരരുത് എന്ന നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ്. വേണമെങ്കിൽ NIAയുടെ 1-2 നിയമങ്ങളെ കുറിച്ച് നമുക്ക് തർക്കിക്കാൻ സമ്മതിക്കാം. പക്ഷേ NIA എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചു നിർത്തുന്ന സംവിധാനങ്ങളിലൊന്നാണ്, ഏറ്റവും കൺവിക്ഷൻ റേറ്റ് ഉള്ള ഏജൻസികളിലൊന്നാണ്. ആ NIAക്ക് മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്ന് ആരോപിക്കുന്നതിന് മുന്നിൽ യാതൊരു അർത്ഥവുമില്ല. അവിടെയാണ് ഈ വിഷയം മുസ്ലിം സമൂഹവും പൊതുസമൂഹവും വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ആ രീതിയിൽ ഏതെങ്കിലും ദൗർഭാഗ്യവശാൽ ഒരു ഇതര മതസ്ഥന് ദുഃഖമോ ബുദ്ധിമുട്ടോ ആക്രമണമോ ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വർഗീയതയും വിദ്വേഷവും കൂടുതൽ വളരത്തേ ഉള്ളൂ. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളെ മാറ്റി നിർത്താൻ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സമൂഹത്തിൽ സമുദായത്തിൽ ഉണ്ടാകുന്നുണ്ടോ, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഇപ്പോഴും വലിയ ശക്തിയായി നമുക്കറിയാം. മിക്ക മണ്ഡലങ്ങളിലും മത്സരിക്കുകയൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് SDP എന്നുള്ളത് നമുക്കറിയാം. അവർക്ക് കുറവൊന്നുമില്ല. അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന് വിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവരെ മാറ്റുക എന്ന വലിയ ലക്ഷ്യമായിരുന്നു. അതിലേക്ക് അടുക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്.
യഥാർത്ഥത്തിൽ അത് പോപ്പുലർ ഫ്രണ്ടിന്, പക്ഷേ മുസ്ലിം ലീഗ് അടക്കമുള്ള മുഖ്യധാരാ പ്രസ്ഥാനങ്ങൾ പൊതു മുസ്ലിം വിഷയങ്ങൾ വിളിക്കുമ്പോൾ പോലും പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം അകറ്റി നിർത്തുകയാണ് പതിവ്. ഒന്നോ രണ്ടോ സംഭവങ്ങൾക്ക് അതിനൊരു അപവാദം ഉണ്ടായേക്കാം. പക്ഷേ മുഖ്യധാരാ മുസ്ലിം സംഘടനകളും മുഖ്യധാരാ പൊതുസമൂഹവും എല്ലാം അവരോട് അകലം പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ അകലത്തെ നമ്മൾ ബഹുമാനിക്കണം, ആ അകലം തുടരണം. ഇത് ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ഭരണകൂടം വിഭാവനം ചെയ്യുന്ന അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളോട് ബന്ധമുണ്ടെന്ന് നമ്മുടെ അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുകയോ ആരോപിക്കുകയോ ഒക്കെ ചെയ്യുന്ന സംവിധാനമാണ്. മുഖ്യധാരയെ കൂടെ നിർത്തുകയും ഈ തീവ്ര ഇസ്ലാമിസ്റ്റെ മാറ്റി നിർത്തുകയും വേണം. ഇസ്ലാമിസ്റ്റുകളെ അങ്ങനെ ഒറ്റപ്പെടുത്താനും അകറ്റാനും, തീവ്ര ഇസ്ലാമിസ്റ്റുകളെ അകറ്റാനും ഉള്ള ഒരു നല്ല നേതൃത്വം വരട്ടെ. ഇത്തരം ചർച്ചകളിലൂടെ ഈ ഒരു പോപ്പുലർ ഫ്രണ്ട് വേണ്ട നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക്. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് എത്രയോ മികച്ച മുഖ്യധാര മുസ്ലിം സംഘടനകളുണ്ട്, എത്രയോ മുഖ്യധാര ബാക്കി പാർട്ടികളുണ്ട്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും അടക്കമുള്ള എത്രയോ പാർട്ടികളുണ്ട്. അപ്പൊ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അപകടങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു വിഷയമാണ്. ഒന്ന് ഓർക്കണം, ജോസഫ് മാഷിന്റെ അടക്കമുള്ള കൈവട്ടാണ് ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളുടെ അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സിൽ ഇത്രയും വേദനയും വിള്ളലും വിഭജനവും ഒക്കെ തുടങ്ങാൻ കാരണങ്ങളിൽ ഒന്ന് കാരണങ്ങളും കാണും. അതുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് ഉയർത്തുന്ന ത്രെറ്റിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മാറ്റാം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി മുസ്ലിം സമൂഹം ഓർക്കേണ്ടത് സമാനമായ 1979 സാക്ഷാൽ പരിശുദ്ധ മക്ക ആക്രമിക്കുകയുണ്ടായി. ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റ് അൽ ഇഖ്വാൻ എന്ന ആർമിയാണ് പരിശുദ്ധ മക്ക തന്നെ കൈയടക്കാനും മറ്റും ശ്രമിച്ചത്. അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ മിലിറ്ററി ഓപ്പറേഷൻ നടത്തി 500 പേരെ കൊന്നതിന് ശേഷമാണ് മക്കാപ്പള്ളി, വിശുദ്ധമായ മക്കാപ്പള്ളി അവസാനം സൗദി അറേബ്യൻ ഗവൺമെന്റ് സംരക്ഷിക്കുന്നത്. നമ്മുടെ ജർണയിൽ ബിന്ദ്രൻവാല നമ്മുടെ പഞ്ചാബിലുണ്ടായിരുന്നത് പോലെ. അപ്പൊ ഈ തീവ്രവാദികൾ എല്ലാ സമുദായത്തിനും അപകടമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ എല്ലാ സമുദായങ്ങൾക്കും സമൂഹത്തിനും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. തീർച്ചയായും നമുക്കറിയാം ജോസഫ് മാഷിന്റെ കൈവിട്ട് സംഭവത്തിലൊക്കെ നമ്മളെ ഏത് രീതിയിൽ നമ്മളെ ബാധിച്ചു, സമുദായങ്ങൾ തമ്മിലുള്ള സമൂഹത്തിൽ നിലനിന്നതിനെ കുറിച്ചൊക്കെ എത്രത്തോളം ആശങ്കയോടെ നമ്മൾ ചിന്തിക്കുകയും പറ്റിയ ഒരു സമയമാണ്. ശ്രീ അഡ്വക്കേറ്റ് ബെൽദെ സച്ചിദാനന്ദൻ, ഇപ്പോൾ അവസാനിച്ച നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ ചർച്ചാ വിഷയമായിരുന്നു LDFിൻ്റെയും UDFിൻ്റെയും ജമാഅത്തെ ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെട്ട്. അത് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് തൊട്ടുകൂടാത്തവരാണ് അവരെന്ന് പറയുന്നു. പക്ഷേ പഴയ കണക്കുകൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഈ പറഞ്ഞതുപോലെ വോട്ടിന് വേണ്ടി അധികാരത്തിലെത്താൻ വേണ്ടി ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായി ആരുടെയും പിന്തുണ സ്വീകരിക്കുക എന്നുള്ള നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ ശീലം അത് എത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തിച്ചത് എന്നും തങ്ങൾക്ക് സമൂഹത്തിൽ ഇവരുടെയൊക്കെ തണലിൽ വളരാമെന്ന് ഉള്ള ആത്മവിശ്വാസം ഇത്തരം സംഘടനകൾക്ക് വരാനുള്ള പ്രത്യേക സാഹചര്യം നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അവരോടുള്ള സമീപനവും മനോഭാവമാണ് എന്നുള്ളതും വ്യക്തമല്ലേ? ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അവർ എത്രത്തോളം അപകടകരമായി നമ്മുടെ സമൂഹത്തിൽ ഇടപെട്ടിരുന്നു എന്നുള്ളത് എത്ര കൃത്യമായി പുറത്തു വരുന്നു? തീവ്രവാദ സംഘടനകൾ ഏത് തന്നെ ആയിരുന്നാലും ഈ തീവ്രവാദ സംഘടനകൾക്കല്ല ഇവിടെ പറഞ്ഞതുപോലെ പല മുഖങ്ങളുണ്ട്. അവര് സമൂഹവുമായി ബന്ധപ്പെടുന്നതിന് പല രാഷ്ട്രീയ മാനദണ്ഡങ്ങളോ സാമൂഹ്യ മാനദണ്ഡങ്ങളോ എന്തിന് സാംസ്കാരിക രംഗത്തൂടെ വേണമെങ്കിലും അവര് സമൂഹവുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കാം. അപ്പൊ അവരുടെ എല്ലാ ആത്യന്തികമായ ലക്ഷ്യം പലപ്പോഴും ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ളത് മാത്രമല്ല, അവർക്കറിയാം ഒരിക്കലും ഒരു ഇസ്ലാമിക രാഷ്ട്രമൊന്നും ഭാരതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ പിന്നിൽ അവർക്ക് നിഗൂഢമായ പല രഹസ്യങ്ങളുമുണ്ട്, പല ലക്ഷ്യങ്ങളുമുണ്ട്. ശരിയാണ്, അവതാരൻ പറഞ്ഞൊരു കാര്യം ശരിയാണ്. പലപ്പോഴും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഞാൻ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളാണ്, ആ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള തീവ്രവാദ സംഘടനകളുമായിട്ട് കൂട്ടുകൂടുന്നുണ്ട്. അവർക്ക് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അധികാരം കൈയാളുക എന്നുള്ളതാണ് ഒരു പ്രധാനമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ സാധൂകരണത്തിന് വേണ്ടി, അധികാരം കൈയാളാൻ വേണ്ടി ചില ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളും പലപ്പോഴും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്. അപ്പൊ അവസാനമായിട്ട് വരുമ്പം ശരിയായ പാത തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്നിച്ചു പോകേണ്ട ഒരു രീതിയാണ് അതിനകത്തുള്ളത്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്കറിയാം ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ഈ യഹൂദ മതം തന്നെ നിരോധിക്കുകയായിരുന്നു. അതിനുശേഷം അവർക്ക് മതം മാറാൻ അവസരമൊന്നും കൊടുത്തില്ല. അവരെ മൊത്തം 60 ലക്ഷത്തോളം പേര് അദ്ദേഹം കൊന്നുകളയുകയും ചെയ്തു, മറ്റുള്ളവർ പലായനം ചെയ്തു. പക്ഷേ മുസ്ലിം തീവ്രവാദ സംഘടനകൾ അങ്ങനെയല്ല. ഒന്നുകിൽ മുസ്ലിം മതം സ്വീകരിക്കണം, അല്ലെങ്കിൽ കൊന്നുകളെ എന്നുള്ള പോളിസിയാണ് അങ്ങ് പണ്ട് മുതൽ ഏതാണ്ട് മുസ്ലിം മതം ഉണ്ടായിട്ട് 1500 വർഷങ്ങളായിട്ട് അവർ പലരും സ്വീകരിച്ചു വരുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന NIAയുടെ ഒരു റിപ്പോർട്ടും ഇവിടുത്തെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ ഒരു നിലപാടുമാണ്. നിലപാടുകൾ തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ തുറന്നു തന്നെ സമ്മതിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും SDP ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും ഇങ്ങനെയുള്ള മതവർഗീയ പാർട്ടികളുമായിട്ട് മതേതര പ്രസ്ഥാനങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല എന്ന നിലപാടുകാരനാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്,
NIA ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആധികാരികത ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ വന്ന ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൊല ചെയ്യപ്പെട്ട ശ്രീനിവാസൻ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നെന്നാണ്. അതിനകത്തൊരു പ്രത്യേകതയുള്ളത്, 2022 ഏപ്രിൽ മാസം 16-ാം തീയതിയാണ് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുന്നത്. അതിന്റെ തലേന്ന് ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് PFIയുടെ പ്രവർത്തകരായ ഒരു സുബൈറിനെ കൊല്ലുന്നത്. അതിന് തൊട്ടടുത്ത് റിട്ടാലിയേഷൻ ആയിട്ടാണ് 24 മണിക്കൂറിന് ഒരു RS-കാരനെ കൊല്ലുന്നത്. അപ്പോൾ ഒരു RS-കാരന്റെ ലിസ്റ്റ് ഈ 950 പേരുടെ ലിസ്റ്റിനകത്തുണ്ടെങ്കിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് RSS പ്രവർത്തകരുണ്ട്. ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർക്ക് ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ തന്നെ ശാഖകളുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം. 950 ഒന്നുമല്ല, അത് ലക്ഷക്കണക്കിന് ലിസ്റ്റ് ഉണ്ടാകണം. ഇപ്പൊ സുബൈറിന്റെ കൊലപാതകം തീർച്ചയായിട്ടും നമുക്കറിയാം, കൊന്ന് 24 മണിക്കൂറിന് മുമ്പ് ഒരു റിട്ടാലിയേഷൻ ആയിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് NIA കേസ് അന്വേഷിക്കുകയും ഏതാണ്ട് 59 പ്രതികളുടെ ലിസ്റ്റ് കൊടുക്കുകയും 9 പേർക്ക് അന്ന് ഹൈക്കോടതി ബെയിൽ അനുവദിച്ചു, 17 പേരുടെ റിജക്ട് ചെയ്തു. 2025 മെയ് മാസത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 3 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഒരു വാചകം പറഞ്ഞു. ആ വാചകം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ആ വാചകത്തിൽ സുപ്രീം കോടതി പറഞ്ഞെന്താണെന്ന് അറിയാം, ഐഡിയോളജിയുടെ പ്രശ്നത്തിൽ ജാമ്യം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വ്യക്തികളുടെ നിലപാടും ഐഡിയോളജിയും തമ്മിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവരുടെ ഐഡിയോളജി എന്താ? 2047 ഒരു ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കണം എന്നാണ് അവരുടെ ഒരു ഐഡിയോളജി. ആ ഐഡിയോളജി കൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് NIA വക്കീലന്മാർ എതിർത്തത്. പക്ഷെ സുപ്രീം കോടതി അത് തള്ളിക്കൊണ്ടാണ് 3 പേർക്ക് ജാമ്യം അനുവദിക്കുകയും കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചവർക്ക് ജാമ്യം റിജക്ട് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടെ പരമോന്നത നീതിന്യായ കോടതിയുടെ ഒരു ഫൈൻഡിങ്സ് ആണത്. ഐഡിയോളജിയുടെ പേരിൽ മാത്രം ജാമ്യം നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ 3 പേർക്ക് ജാമ്യം അനുവദിച്ചു. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു വശം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ NIA ഈ ഒരു നിലപാട് ഒരു പ്രത്യേക വർഗീയ സംഘടനയ്ക്കെതിരെയാണോ? ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്താലും കേരളത്തെ സംബന്ധിച്ചിടത്താലും ഭാരതത്തിന്റെയും കേരളത്തിന്റെയും മുഖ്യധാര രാഷ്ട്രീയത്തിൽ മറ്റെല്ലാ സമുദായത്തെക്കാൾ പോലെ തന്നെ നല്ല രീതിയിൽ മുസ്ലിം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബറി മസ്ജിദ് തകർത്തപ്പം ഈ പാണക്കാട് കുടുംബവും ആ മുസ്ലിം സമുദായവും ഒന്നിച്ച് രംഗത്തിറങ്ങി കേരളത്തിൽ ഒരു രക്തപ്പഴി ഉണ്ടാക്കാൻ പാടില്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും അതുണ്ടായി. അതുകൊണ്ട് മുസ്ലിങ്ങളെ നമ്മൾ ദേശീയ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഏകദേശം 15% വരുന്ന മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാകണം എന്നുള്ള അഭിപ്രായത്തോട് നമ്മൾ യോജിക്കാൻ പാടില്ല. പലപ്പോഴും ഇവിടെ കണ്ടുവരുന്നത് മുസ്ലിങ്ങളെ മൊത്തത്തിൽ ഒരു തീവ്രവാദ രീതിയിൽ കാണുകയും അവർക്കെതിരെയുള്ള ബലപ്രയോഗങ്ങളും അവർക്കെതിരെയുള്ള മാറ്റങ്ങളും ഒക്കെ നമ്മൾ കണ്ടുവരുന്നു. ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇവിടെ പൗരത്വ ഭേദഗതി നിയമമായിട്ട് അതിനകത്ത് BJP ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ കൂടെ ലക്ഷ്യമിട്ടിരുന്നു. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്നതായിരുന്നില്ല. ഞാൻ ശ്രീജിത്തായിട്ടുള്ള ചർച്ചയിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞതാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒന്നും ബാധിക്കുന്നതല്ല പൗരത്വ ഭേദഗതി നിയമം. പക്ഷെ BJP ഒരു കല്ലെറിയുകയായിരുന്നു. ആ കല്ലിൽ കോൺഗ്രസും ഞാൻ ഉൾപ്പെടുന്ന ഇടതുപക്ഷ പാർട്ടികളും ആവശ്യമില്ലാതെ കടിച്ചു തൂങ്ങി ദേശീയ തലത്തിൽ BJP ഉദ്ദേശിച്ച ഒരു പോളറൈസേഷൻ സൃഷ്ടിച്ചു. അതിനകത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കോ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കോ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കോ യാതൊരു ദോഷവും വരുന്നതല്ല എങ്കിൽ പോലും ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ അതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ടായിരുന്നു. ആ ടാർഗറ്റ് BJP അച്ചീവ് ചെയ്യുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും NIA കൊണ്ടുവന്ന പല കാര്യങ്ങളിലും പല രേഖകളിലും ആധികാരികതയില്ലാതെ വന്നിട്ടുണ്ട്. ആ ആധികാരികത ഞങ്ങൾ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. കാരണം ഒരു കാരണവശാലും തീവ്രവാദ പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്നില്ല ഞങ്ങൾ. അത് SDP ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും അത് നിരോധിച്ചാൽ മാത്രം പോരാ, അങ്ങനെയുള്ള വിശ്വാസവുമായി നിൽക്കുന്നവരെ ഉന്മൂലനം ചെയ്യണം എന്നുള്ളൊരു ചിന്താധികാരിലൂടെയാണ് നമ്മൾ. കാര്യം അവരെയൊന്നും മുഖ്യധാര രാഷ്ട്രീയത്തിലേക്കോ മുഖ്യധാര ദേശീയതയിലേക്കോ ദേശീയ പ്രതിബദ്ധതയുള്ള ജനങ്ങളാക്കിയൊന്നും മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം അവരുടെ ശരീരത്ത് ഇപ്പോഴത്തെ MDMA ഇൻജെക്ട് ചെയ്തതുപോലെ ഇങ്ങനെ ഒരു വർഗീയ പ്രതിഭാസം ഇൻജെക്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കുറേയധികം സമയം എടുക്കും. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോൺഗ്രസും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതിന് കൂട്ടു നിൽക്കരുത് എന്നാണ് ഞങ്ങളുടെ. സുഭാഷ് ബാബു, ഇവിടെ ഈ 900-ന് മുകളിലുള്ള ലിസ്റ്റ്, അതിൽ നമുക്ക് ശശികല ടീച്ചറിൻ്റെയും വത്സൻ തില്ലങ്കേരുടെയും പേര് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മറ്റ് ഒരുപാട് പേരുകൾ മാധ്യമങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്. പക്ഷേ അതിന് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അത് പുറത്തു വിടുന്നുമില്ല. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ലിസ്റ്റ് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നേണ്ട പശ്ചാത്തലമുണ്ടോ? ഈ കോടതി തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, NIA തന്നെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ സമൂഹത്തിൽ ഭീതി പരത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇത്ര വലിയ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിലും അത് ഈ പറഞ്ഞതുപോലെ അതിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമായ ശ്രീനിവാസൻ വിഷയത്തിൽ അവർ നടത്തിയ അതെങ്ങനെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തും കണ്ടതുമാണ്. അങ്ങനെ ഓരോ ലക്ഷ്യങ്ങൾ അവർക്ക് ഓരോ മേഖലയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
ഓരോരോ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചുള്ള അവരുടെ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിന് വിഘാതമായി നിൽക്കുന്ന അല്ലെങ്കിൽ വിഘാതമായി നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ നേതാവ് ആരാണെന്ന് നോക്കും. ആ നേതാവിനെ ലക്ഷ്യമിട്ടിട്ടാണ് അവരെ സംബന്ധിച്ചുള്ള ഈ ലിസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. ആ ലിസ്റ്റുകളൊക്കെ ഇപ്പോഴല്ല, പണ്ട് മുതലേ ഇവരുടെ കൈവശം ഇവരുണ്ടാക്കാറുണ്ട് ലിസ്റ്റ്. പക്ഷെ അന്നൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഇവരൊന്നും ലിഖിതമായ ഈ മെമ്പർഷിപ്പോ മറ്റു രീതികളോ ഒന്നും ഉണ്ടാക്കില്ല. അതായത് നമ്മൾ 99, 2000-ലൊക്കെ ഇവരെ സംബന്ധിച്ചുള്ള എഴുതപ്പെട്ട മെമ്പർഷിപ്പ് ഇപ്പോഴും അവർക്കില്ല. മെമ്പർഷിപ്പില്ല. ഇപ്പം മറ്റേ ഈ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്, ബാക്കിയുള്ള ഈ സംഘടനയ്ക്ക് PFI പോലുള്ള സംഘടനയ്ക്ക് പണ്ട് മുതൽ NDF ആയാലും ശരി, അങ്ങനെയുള്ള ഏത് സംഘടനയായാലും ശരി, അവർക്കൊന്നും ലിഖിതമായ മെമ്പർഷിപ്പിന്റെ പരിപാടികളൊന്നുമില്ല. അവരൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പാണ്. 20 ആളുകള് പിന്നെ 4 പേരുണ്ടായി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആക്കും. അങ്ങനെ 20 ആയി 21 ആളായ 2 ഗ്രൂപ്പായി പോകണം. അങ്ങനെയൊക്കെയാണ് അവരുടെ വളരെ വിദഗ്ധമായ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ട ഒരു സംവിധാനമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ രേഖാപരമായിട്ട് അവരുടെ ഏതെങ്കിലും തെളിവുകൾ അന്വേഷണ ഏജൻസി കിട്ടുന്ന രീതിയിലുള്ള നടപടികൾ മുമ്പില്ല. ഇപ്പോ എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ വന്നതിന് ശേഷം അവരൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്? അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതേമാതിരി രേഖകൾ. അതായത് ഒരു ജില്ലാ തലത്തിൽ അവർ പ്രാദേശികമായിട്ടുണ്ടാവും, ഉണ്ടാക്കിയതിനു ശേഷം ജില്ലാ തലത്തിൽ, അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ സംസ്ഥാന തലത്തിലേക്ക് കൊടുത്തിട്ട് അവരത് ക്വാളിഫൈ ചെയ്ത് ഇതിനകത്ത് പ്രധാനപ്പെട്ട വ്യക്തികളെ തമ്മിൽ ലിസ്റ്റ് ചെയ്ത് ഓരോരോ ജില്ലയിലേക്ക് കൊടുത്ത് ആ ജില്ലയിൽ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ആ നിരീക്ഷിച്ച് അപകടകരമായ വ്യക്തികളെ ഇവരെ ടാർഗറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും. എന്നിട്ട് അതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഓതറൈസ് ചെയ്യുന്ന 2-3 ആളുകളല്ലാതെ മറ്റാരും ഇത് അറിയാറില്ല. ആ ലിസ്റ്റില് എപ്പോഴാണ് ഇവരെ നിഗ്രഹിക്കേണ്ടത് അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ ഉപദ്രവിക്കേണ്ടത് എന്നുള്ളതിന് അവര് പ്ലാൻ ചെയ്യും. അവരുടെ സുപ്രീം കൗൺസിൽ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ പരമോന്നത ബോഡി അത് അറിയിച്ചതിന് ശേഷം അവരുടെ കൺസെന്റ് വാങ്ങി ആ കൺസെന്റിനനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അത് ഇവരെ ഇതിനു വേണ്ടിയിട്ട് ഇവരുടെ ഈ സ്ക്വാഡ് ഉണ്ടാവും, ഈ അസോൾട്ട് സ്ക്വാഡ് എന്നൊക്കെ പല പേരിൽ അവർ പറയും. അങ്ങനെയുള്ള ആളുകളെ എക്സിക്യൂട്ടീവ് വിങ്ങിലേക്ക് അതിനാരെങ്കിലും ഓതറൈസ് ചെയ്യും. അവർ പോലും ഇതറിയില്ല, അത്ര വിദഗ്ധമായിട്ട് അവർ. ഞാൻ അന്വേഷിച്ച കേസുകളിൽ എനിക്കറിയാം, ഈ വരുന്ന ആളുകൾ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് അവിടെ വരും, വന്നൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് അറിയുന്നത്. അവരോട് സമ്മതിക്കുകയോ അവർക്ക് ആയുധം കൊടുക്കുന്നോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നോ അവർക്ക് പണം കൊടുക്കുന്നോ ആയ വ്യക്തികൾ ആരാണെന്ന് പോലും ഇവർക്ക് നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് അല്ലെ വളരെ തീവ്രമായിട്ട് അവരെ ചോദ്യം ചെയ്ത് നോക്കിയാലും അവർക്ക് മനസ്സിലാവും, അവർക്കറിയില്ല, അത് സത്യമാണ്. അപ്പൊ പിന്നീട് നമ്മൾ ഇതിന് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ പിടിക്കുന്ന അവസരത്തിൽ അവർ ചില ആളുകളുടെ പേരൊക്കെ പറഞ്ഞു തരാനാണ്. അപ്പൊ അതുകൊണ്ട് അത്ര വിദഗ്ധമായ രീതിയിൽ അവരുടെ ചെയിന്, അതായത് ആ ചെയിന് വരുന്ന ആളുകളെ ഒന്നും ആ ചെയിനുള്ള ആളുകളെ കസ്റ്റഡിയിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതും അവരുടെ ഐഡന്റിറ്റി പുറത്തു വരാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ നിഗൂഢത ആണ് ഇതിന്റെ അവരുടെ മൂലധനം. അതിനനുസരിച്ചിട്ട് അവരുടെ പ്രവർത്തനം അവര് അപങ്കുരം തുടരുന്നതിന് വേണ്ടിയിട്ട് വിഘാതം സൃഷ്ടിക്കുന്ന ആളുകളെ ഉന്മൂലന ഭീകരത ഉണ്ടാക്കുക, സൃഷ്ടിക്കുക, അതൊരു ഭീകരവാദമാണെന്നുള്ള രീതിയിൽ അവരെ സംബന്ധിച്ച് അവരിലേക്ക് തൊടാനോ അവരുടെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ ലക്ഷ്യമിടും, മറ്റാളുകൾ ലക്ഷ്യമിടാനോ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഭീതിപ്പെടുത്തി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒപ്പുകൂട്ടലാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കലും. അത് ഇടയ്ക്കിടയ്ക്ക് വെക്കുക, ഇന്ന ആളുകളെ കൊല്ലുമെന്നൊക്കെ എവിടെങ്കിലും ഒക്കെ ആരെങ്കിലും പറഞ്ഞു വരുത്തുകയൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോ അതേമാതിരി വേറെ ഒരു സംഘടന ഇപ്പൊ നമ്മുടെ ഇവിടെ അങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ട് എന്റെ അറിവിലില്ല. അപ്പൊ ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ തന്നെയാണ്. ഇതിന്റെ അർത്ഥം തന്നെ ടെററിസം എന്ന് പറയുന്നത് നമ്മുടെ നിർവചനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഈ ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ വരുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള ചില ആളുകളെ ഉപദ്രവിക്കുക. പണ്ടൊക്കെ കഥകൾ ഞാൻ പറയേണ്ട കാര്യമില്ല, ഒരുപാട് കഥകൾ എനിക്ക് അറിയുന്ന കഥകളുണ്ട്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് ആളുകളെ അവർ ഉപദ്രവിച്ചോ പല കൊലപാതകങ്ങൾ ചെയ്തതിനും ഒക്കെ പശ്ചാത്തലം വളരെ നിസ്സാരമായ കാര്യം. അതായത് ഏതെങ്കിലും സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ ചില പ്രശ്നം അല്ലെങ്കിൽ പ്രാദേശികമായ തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ റാഡിക്കൽസ് ഉണ്ടായി കഴിഞ്ഞാൽ അവര് പോലും ആ പ്രദേശത്തുള്ള ആളുകള് ഇതിനകത്ത് വിക്റ്റിമായ അവരുടെ കക്ഷിയിൽപ്പെട്ട ആളുകൾ പോലും അറിയാതെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് അവിടെ വന്നതിന് ശേഷം മറ്റാളുകളെ ഉപദ്രവിക്കുകയോ വെട്ടുകയും കൊല്ലുൾപ്പെടെ ചെയ്തതിന് ശേഷം ആള് സ്ഥലം വിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളെ പോലും നമ്മൾ വിളിച്ച് ചോദ്യം ചെയ്ത് ആര് ചെയ്ത് എന്ത് ചെയ്യുന്ന അവർക്ക് അറിയാൻ വയ്യ. പക്ഷെ ആ കുറ്റത്തിന്റെ നടത്തിപ്പിന്റെ സ്വഭാവം കാണുമ്പോൾ നമുക്കറിയാം ഇത് ഇന്ന ആളുകൾ ചെയ്തതാണ്. ആ രീതിയിലാണ് അന്വേഷിച്ച് ഏതെങ്കിലും രീതിയിൽ കേസുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസിന് സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്ര കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തന ശൈലിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം വേറെ ഇല്ല എന്ന് പറയാം. പണ്ട് നക്സൽ പ്രസ്ഥാനങ്ങളുടെ കേസുകളൊക്കെ അന്വേഷിച്ചപ്പോൾ
ഒരു പരിധി വരെ ഉണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്കുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ, പണത്തിന്റെ ബുദ്ധിമുട്ട്, അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ളതിന്റെ ബുദ്ധിമുട്ടുകൾ, അവര് ഗോപിമാരിയിൽ വനത്തിലോ മറ്റു സ്ഥലത്തിലൊക്കെ ജീവിച്ച അങ്ങനെ, അതുകൊണ്ട് അവർക്ക് മുഖ്യ ധാര അല്ല സോഷ്യൽ സെറ്റപ്പിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് അവരെ സംബന്ധിച്ചുള്ള അവരെ വിചാരിച്ച മാതിരി ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവർക്ക് അതല്ല. ഇവർക്ക് സാമൂഹ്യമായ ചുറ്റുപാടുകളിൽ ഒരുപാട് സഹായികളുണ്ട്. ഇവരെ എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ കേസൊക്കെ അന്വേഷിക്കുന്നവരെ ചോദ്യം ചെയ്യുമ്പോൾ സാക്ഷി പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നമ്മൾ ഇത് പറയുന്നത് ഇന്നതാണ് സാർ, ഇന്നതുണ്ട്, ഇന്ന ആളുകളാണ് എന്ന് നമ്മളുടെ അടുത്ത് വന്ന് രഹസ്യമായിട്ട് പറഞ്ഞു തരും. അവരിലൂടെ തന്നെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കേസുകളാണ് പലപ്പോഴും തെളിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചൊരു നല്ലൊരു വിഭാഗം ഇതിനെ എതിർക്കുന്ന ആൾ, മഹാഭൂരിപക്ഷം എതിർക്കുന്ന ആളുകൾ. ശ്രീത്ത്, ഇവിടെ ഈ സാറ് പറയുന്നത് അനുസരിച്ച്, സാറ് ഇത്ര നേരം അനുഭവത്തിൽ നിന്ന് പറഞ്ഞ അനുസരിച്ച് പോലീസിലും നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്കൊന്നും ഇത്രയും നാൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും അല്ല ഇത്. വളരെ കൃത്യമായി എന്താണ് നടക്കുന്നതെന്നുള്ള ആദ്യം മനസ്സിലാക്കുന്ന നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് ആണ്, അവർക്ക് സംവിധാനങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും ഈ പറയുന്നതുപോലെ കൃത്യമായി ഇടപെടാൻ പറ്റാറില്ല. വലിയ സമ്മർദ്ദങ്ങളുണ്ടാകാം, പല ആൾക്കൂട്ട വിചാരണകൾ, സദാചാര വിഷയങ്ങൾ, കൊലകൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളൊരു സ്ത്രീ ആത്മഹത്യ ചെയ്തതുപോലും നമ്മൾ ചർച്ച ചെയ്തതാണ് നമ്മുടെ കാമുകരുമായി സംസാരിക്കുന്ന സമയത്ത്. അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ, ഒരുപാട് രീതികൾ, പരിഷ്കൃത സമൂഹത്തിൽ ചേരാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഇത്. അതിൻ്റെയൊക്കെ പിറകിൽ ഇത്തരം തീവ്രവാദ സംഘടനകൾക്കും ബന്ധമുണ്ട് എന്ന് വൈകിയ വേളയിലും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറുമുണ്ട്. അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാനോ അവരെ കൃത്യമായി നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ പ്രധാനപ്പെട്ട ഏജൻസികളുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോഴും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇത് നമ്മൾ ഈ തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഭീതി ഉണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള ഏത് പ്രവർത്തനവും തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള പല സംഘടനകളുള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ ഒരു ഡിവൈഡ് ഉണ്ടാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മതാടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിൽ കൂടുതലുണ്ട്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൽ ഈ രാഷ്ട്രീയമായിട്ട് അനുഭാവമുള്ള, അതിൽ വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകർക്ക് മാത്രം പേടിച്ചാൽ മതിയായിരുന്നുവെങ്കിൽ മതപരമായിട്ടുള്ള പല കൊലപാതകങ്ങൾക്കും അങ്ങനെയല്ല. കാരണം ഏതെങ്കിലും വളരെ തീവ്രമായി ചിന്തിക്കുന്ന, തീവ്രമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ മാത്രം തിരഞ്ഞുപിടിച്ചിട്ടൊന്നും അല്ല ഇവർ പലപ്പോഴും ഇത് ചെയ്തിട്ടുള്ളത്. ഈസി ടാർഗറ്റുകളെയാണ് ഇവർ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് കൂടി അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഈ ടെററിസം എന്നത് പ്രവർത്തിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൊതുവെ ഇതിനെയൊക്കെ കുറച്ചുകൂടെ മയപ്പെടുത്തിയതിനു ശേഷം ഈ തീവ്രവാദം എന്ന് പറയുന്നത് വർഗീയവാദം എന്നൊരു പേരിലാണ് സാധാരണ, അങ്ങനെയാണ് ഇവിടെ മുട്ടായി പൊതിയുന്നത്. അപ്പോൾ ആ വർഗീയവാദം എന്ന് പറയുന്ന മുട്ടായി കവർ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് നമ്മളോട് പലതും വിളിച്ചു പറയാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത് നടന്നിരിക്കുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയായത് എന്താണ്? ഈ വർഗീയവാദികളോടൊപ്പം ആര് പോകുന്നു എന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വെൽഫെയർ പാർട്ടി അവിടെ UDF-നോടൊപ്പമാണ് എന്നതിനെ നോക്കൂ. മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിനോട് UDF ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ മത തീവ്രവാദികളാണ് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ ധരിക്കുന്നത് പോലെ നിങ്ങളെ വർഗീയവാദി എന്നുള്ള രീതിയിലത്തേക്ക് വിളിച്ചിട്ടങ്ങ് പോകും. അപ്പുറത്തെ ഭാഗത്ത് PDP-യുമായിട്ട് ഈ പറയുന്ന ആൾക്കാർ തന്നെ ബാന്ധവത്തിൽ പോകും. അപ്പോൾ PDP ഏത് ആളുടെയാണ്, ആരാണ് അതിനെ നയിച്ചത്? അബ്ദുൽ നാസർ മദനിയാണ്. അപ്പോൾ മദനിയുമായി ബന്ധപ്പെട്ട് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോട് ഒരു ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് പോലും പറയുന്നത് എന്താണ്? മദനിയെ അതാണ്, അതായത് ഞങ്ങൾ എതിർത്തിരുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തുള്ള PDP-യാണ്. പക്ഷെ ഇപ്പൊ നോക്കൂ, അതെല്ലാം വിചാരണയും കഴിഞ്ഞിട്ട് കുറ്റവിമുക്തനായിട്ട് തിരിച്ചു വന്നിരിക്കുന്നുവെന്ന്. ഏത് 2008 ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ഇപ്പോഴും ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് മദനി ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ വിചാരണ പൂർത്തിയായിട്ടില്ല, കുറ്റവാളിയല്ല എന്ന് കണ്ടെത്തിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യമാണ്. നേരത്തെ എന്തായിരുന്നോ സ്റ്റാറ്റസ് അതേ തന്നെ ഈ കേസിലുമുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വെളുപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ ആൾക്കാരെല്ലാവരും തന്നെ ഇവർ ചെയ്യുന്നത് ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയാണ്. ഈ മതവാദത്തിന്റെ പേരിൽ, വർഗീയവാദത്തിന്റെ പേരിൽ ആൾക്കാരെ ഭിന്നിപ്പിക്കുകയും, നമ്മൾ ഒരാളിന്റെ തോളത്ത് കൈയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവൻ നല്ല പിള്ളയാകുമെന്നും, എന്നാൽ അവൻ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ വീണ്ടും മതതീവ്രവാദിയായി മാറും എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഭിന്നിപ്പിക്കുകയാണ്. നിങ്ങൾ രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ പേരിൽ ആൾക്കാരെ ഭിന്നിപ്പിച്ചോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആശയത്തിന്റെ പേരിൽ ആൾക്കാരെ ഭിന്നിപ്പിച്ചോ, ഒരു കുഴപ്പമില്ല. കാരണം ആശയം എന്ന് പറയുന്നതും രാഷ്ട്രീയ അഭിപ്രായം എന്ന് പറയുന്നതും നിങ്ങൾക്ക് സംവദിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ മതചിന്ത എന്ന് പറയുന്നത് പലപ്പോഴും സംവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ അധ്യാപകരുടെ കൈപ്പത്തി നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കൊല ചെയ്തിട്ട് അവരുടെ കുടുംബത്തിനെ അനാഥമാക്കേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പോകുന്നതിന് പകരം തീവ്രവാദികളെ കൊണ്ട്, അല്ലെങ്കിൽ തീവ്രവാദത്തിനെ പിന്തുണയ്ക്കുന്ന, മതവാദത്തിനെ പിന്തുണയ്ക്കുന്ന, വർഗീയവാദത്തിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരോട് സന്ധി ചേരുകയില്ല.
ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഇവിടെ ഹിന്ദു മഹാസഭ, ഒരുപക്ഷെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും ഇത്രത്തോളം ഹിന്ദു മഹാസഭ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. RSSന് തീവ്രത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു മഹാസഭയിലേക്ക് പോയ ആളാണ് ഗാന്ധിജിയുടെ ഘാതകൻ. അപ്പം ഗാന്ധിജിയെ വധിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ എല്ലായ്പ്പോഴും പ്രസംഗിച്ച് നടക്കുകയും എന്നാൽ അവരുടെ പിന്തുണ ഇവിടെ ഇന്ന സ്ഥാനാർത്ഥിക്കാണ് എന്ന് പറയുന്ന സമയത്ത് അതിനെ തള്ളി പറയാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നട്ടലിന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. അഥവാ ആ ഒരു സമയത്തേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് അവസാനം എന്താ ചെയ്യുക? തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിയുമ്പോഴത്തേക്ക് നോക്കൂ, നിങ്ങൾ മതവാദികളും വർഗീയവാദികളെയും എല്ലാം കൂട്ടുപിടിച്ച് നേടിയിരിക്കുന്ന ജയം എന്ന് പറയും. അപ്പൊ അവിടെ ആരെയാണ് ഇകഴ്ത്തുന്നതെന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ കബളിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന അതേ വോട്ടർമാരെ, അവർ വോട്ട് ചെയ്ത ഒരാളെ ജയിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വീണ്ടും മതവാദം എടുത്തിടും. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിവൈഡ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ രാഷ്ട്രീയ നേതൃത്വമാണ്. ഇത് വെറുതെ ഒരാളിന്റെ വായിൽ നിന്ന് അബദ്ധമായിട്ട് വരികയല്ല, മറിച്ച് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എങ്ങനെയാണോ പോപ്പുലർ ഫ്രണ്ട് അവരുടെ പദ്ധതി തയ്യാറാക്കുന്നത് അതേപോലെയാണ് ഓരോ തെരഞ്ഞെടുപ്പിൽ പോകുന്ന സമയത്തും നമ്മുടെ നാട്ടിലെ ഓരോ മുഖ്യധാര രാഷ്ട്രീയ കക്ഷിയും ആരെ ഒപ്പം നിർത്തണം, അവർക്ക് അസോസിയേറ്റ് സ്റ്റാറ്റസ് കൊടുക്കണോ, മുന്നണിയിലേക്ക് എടുക്കണോ, പുറത്തു നിന്ന് പിന്തുണച്ചാൽ മതിയോ, നമുക്കെന്ത് നിനക്കെന്ത്, മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ നിനക്കെത്ര എനിക്കെത്ര എന്ന് ശ്രീ ജഗദീഷ് ശ്രീകുമാറും ശ്രീ മോഹൻലാലും തമ്മിലുള്ള കോൺവെർസേഷനെ അനുസ്മരിപ്പിക്കുന്ന അതേ രീതിയിലാണ്. അതല്ല എങ്കിൽ ഈ ആൾക്കാർക്കൊക്കെ എന്താണ് ഇതിന് പങ്ക്? അപ്പോൾ ഇപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ തള്ളി പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പലരുടെയും പ്രസ്താവനകൾ ഉണ്ടിട്ടില്ലേ? ഇപ്പൊ ഞാൻ ഇന്ന പാർട്ടിയാണ്, SDPI ആണ്, അല്ലെങ്കിൽ ഞാൻ വെൽഫെയർ പാർട്ടിയാണ്, എനിക്ക് ഇത്ര വോട്ടാണ് ആ മണ്ഡലത്തിലുള്ളത്, അത് ഞാൻ ഇന്ന സ്ഥാനാർത്ഥിക്ക് കൊടുക്കും എന്ന് പറയുന്ന സമയത്ത് എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട. അല്ലാതെ അന്നേരം എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യും. എനിക്ക് ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട. അങ്ങനെയല്ല, ഏതെങ്കിലും വർഗീയവാദിയുടെ വോട്ട് വേണോ എന്നല്ല ചോദിച്ചത്. നിങ്ങൾ വർഗീയവാദിയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഇന്ന പാർട്ടിയുടെ വോട്ട് വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി പറയാനുള്ള ആർജവം ഉണ്ടാകണം. അപ്പൊ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇവർക്കെല്ലാം ഒരൊറ്റ ന്യായമാണ്. എനിക്കിതിൽ വളരെ സ്വീകാര്യമായിട്ട് തോന്നിയത് ശ്രീ ബലദേവിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള ന്യൂനപക്ഷത്തിനെ ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു നിയമം, ആ നിയമത്തിനെ BJP എങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിന്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ ആ സാധനത്തിനെ മനസ്സിലാക്കിയതിനു ശേഷം ഇത് ഇവിടെയുള്ള മുസ്ലിങ്ങളെ ബാധിക്കുന്നില്ല, ന്യൂനപക്ഷത്തിനെ ബാധിക്കുന്നില്ല എന്ന് ആൾക്കാരോട് പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ അവരുടെ ഇടയിൽ ഭീതി വിതയ്ക്കാതിരിക്കാമായിരുന്നു. ഇതിപ്പോൾ എന്താ ചെയ്യുക? ആൾക്കാർ പേടിയോട് കൂടിയിട്ടാണ് കാണുന്നത്. അന്ന് പലരുടെ അനുഭവം പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ്സ് മുഴുവനും എടുത്ത് തലയാണയുടെ അടിയിൽ വെച്ചതിന് ശേഷമാണ് പല കുടുംബങ്ങളിലും പ്രായമായ ആൾക്കാരൊക്കെ തന്നെ ഉപ്പായും ഉമ്മായും ഒക്കെ കഴിയുന്നതെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, കുറേയൊക്കെ സത്യസന്ധതയോടുകൂടി ആൾക്കാർ പറയുന്നതാണ്. കാരണം ഇതൊരു ഭീതിയാണ്, ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വരുമോ എന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. ഇതേപോലെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ട്രിപ്പിൾ തലാക്ക്, മുത്തലാക്ക് നിരോധിക്കുകയും ആ നിരോധിച്ചത് മാത്രമല്ല, ഇനി ആരെങ്കിലും മുത്തലാക്ക് ചെയ്യുകയാണെങ്കിൽ അവനെ ക്രിമിനൽ കേസിൽ ചുമത്തിയെടുത്ത് അകത്തിടും എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ എന്തിനാണെന്നേ ഇതിൽ ഹാലിളകുന്നത്? അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നും സ്ത്രീക്ക് തുല്യനീതിയുടെ നിഷേധമാണ് എന്നും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ശരി, അങ്ങനെയായ കുഴപ്പമെന്താ എന്ന് പറയുക. അപ്പൊ അതിന് പകരം അതിനെ നിങ്ങൾ എന്തിന് ക്രിമിനലൈസ് ചെയ്യുന്നു? എന്തായാലും നിങ്ങൾ നിരോധിച്ചില്ലേ എന്ന് പറയുന്ന പോലെയാണ്. ചേട്ടാ, കള്ളനോട്ട് നിരോധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. കള്ളനോട്ട് നിരോധിച്ചു എന്നതിന്റെ പേരിൽ പിന്നീട് അത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ പിടിച്ച് അകത്തിടണ്ടേ? അപ്പൊ അതൊരു ക്രിമിനൽ ഒഫൻസ് ആയി മാറില്ലേ? ആ രീതിയിലത്തേക്ക് ചിന്തിക്കാതെ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ SDPI പറഞ്ഞാലും നമ്മൾ പോപ്പുലർ ഫ്രണ്ടിനെ പറഞ്ഞാലും ആരെ പറഞ്ഞാലും അവർക്കിവിടെ വളരാനുള്ള വളക്കൂറുള്ള മണ്ണുണ്ടാക്കുന്നത് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ്. ഇവർ എതിർക്കുന്നില്ല. രാഹുൽ ഈശ്വർ, അത് ആ നിരീക്ഷണം പ്രത്യേകിച്ചും ഒരു നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറിയൊക്കെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞത്, നിലപാട് മാറ്റി വന്നാൽ ആരെയും സ്വീകരിക്കും, നേരത്തെയുള്ള നിലപാട് പ്രസക്തമല്ല, ഇപ്പോൾ എന്താണ് നിലപാട് എന്നുള്ളതാണ്. ഈ നിലപാട് എന്തായാലും പരസ്യമായി സ്വീകരിക്കുന്ന നിലപാട് എന്തായാലും ഇവരുടെയൊക്കെ മനസ്സിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് പരോക്ഷമായിട്ടെങ്കിലും അവരുടെ മുൻ നിലപാടുകളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സമൂഹത്തിൽ ഏത് തരത്തിൽ ചേരിതിരിവുണ്ടാക്കാം, അവരുടെ താല്പര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം എന്നൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. പക്ഷേ അവരെയും മനസ്സാവരിക്കാൻ തയ്യാറായി തെരഞ്ഞെടുപ്പ് വേളയിൽ രംഗത്ത് വരുന്നവർ 10,000, 3,000, 2,000 വോട്ടുകൾക്ക് വേണ്ടി, അതാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും ഈ വോട്ട് ബാങ്ക് പ്രധാനമാണ്. ഒരു ക്ലസ്റ്റർ ഓഫ് വോട്ട് കയ്യിൽ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞ് പറയുന്നതാണ്. പക്ഷേ നമ്മൾ പൊതുജനങ്ങൾ അങ്ങനെ ആവരുത്. അവിടെയാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ജനസംഖ്യ ഏകദേശം ഒരു 3.5 കോടിയാണ്. നമ്മളിൽ ഏകദേശം 27 മുതൽ 29%, ഏകദേശം 1 കോടിയോളം നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഈ SDPI അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേറൊരു പേരാണ് SDPI, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മാക്സിമം കിട്ടുന്ന 1% വോട്ടുകളാണ്.
ബാക്കി 99% ആൾക്കാരും മുഖ്യധാരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആക്റ്റീവ്ലി സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇപ്പൊ ഹിന്ദു മഹാസഭ അടക്കം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ 1% പോയിട്ട് 0.1% ഹിന്ദുക്കൾക്ക് പോലും അറിയില്ല, അവരെ പിന്തുണയ്ക്കുകയും പറ്റൂല. ഇപ്പം പൂനെയിലൊക്കെ കുറച്ച് ഗോഡ്സേവാദികളുണ്ട്, അവരെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യുപോലുമില്ല, ചിന്തിക്കുക പോലുമില്ല. നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിലും ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഒക്കെ ഒരു സെന്റർ റൈറ്റും സെന്റർ ലെഫ്റ്റും നിന്നാണ് പലപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത്. ഈ എക്സ്ട്രീമിലേക്ക് പോകില്ല, ഒരു മധ്യ വലതും മധ്യ ഇടതെന്ന് പറയും. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ, നേരത്തെ സുഭാഷ് ബാബു സാർ പറഞ്ഞു, ശ്രീ ബൽദേവ്ജി പറഞ്ഞു, ശ്രീ ശ്രീജിത് പണിക്കർ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഈ മുഖ്യധാര ഒരു സെൻട്രിസ്റ്റ് പൊസിഷൻസ് പലപ്പോഴും ഈ കാര്യത്തിൽ എടുക്കണം. ഇപ്പം ബാബറി മസ്ജിദിന്റെ കാര്യം പറയുകയുണ്ടായി. ശരിക്കും തങ്ങൾ കുടുംബം അടക്കം കേരളത്തിൽ നടത്തിയ വലിയ ഇടപെടലാണ്, എല്ലാ പാർട്ടിക്കാരും സമ്മതിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. നമ്മുടെ മുനീർ സാഹിബിന്റെ അച്ഛനായ CH മുഹമ്മദ് കോയയുണ്ട്, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. അതായത് പ്രവാചകൻ മുഹമ്മദ് നബി ഉണ്ടായിരുന്ന മക്ക, അതായത് സൗദി അറേബ്യയിലെ മക്കയുള്ള ആ സ്ഥലം നമ്മൾക്കെതിരെ പോരാടാൻ വന്നാലും ഞാനും എൻ്റെ മക്കളും എല്ലാം ഇന്ത്യയോട് ഒന്നിച്ച് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി പോരാടും എന്നൊക്കെ പറയുന്ന നമ്മുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ പോസിറ്റീവ്ലി നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം, ഈ എക്സ്ട്രീംസിനെ മാറ്റണം. അതോടൊപ്പം നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് വെള്ളാപ്പള്ളി സാറിനോട് വ്യക്തിപരമായി അറിയാൻ ബന്ധമാണ്, ഇഷ്ടമാണ്. പക്ഷേ വെള്ളാപ്പള്ളി സാർ അടക്കം മലപ്പുറത്ത് പോയാൽ ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണ മുസ്ലിമിന് വേദനിക്കുമെന്നും, അല്ലെങ്കിൽ സുരേന്ദ്രൻജി വന്നിട്ട് ഈ നോമ്പ് സമയത്ത് വെള്ളം കിട്ടുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പോട്ടെ, എന്തിന് ഇന്നലെ PC ജോർജ് സാർ പറഞ്ഞു. PC ജോർജ് സാർ പല കാലങ്ങളായിട്ട് പറയും, എനിക്ക് PC ജോർജ് സാറിനെ വ്യക്തിപരമായി ഇഷ്ടമാണ്, ജ്യേഷ്ഠ സഹോദരനെ പോലാണ്. ശബരിമല പ്രക്ഷോഭത്തിൽ ഞങ്ങളെയൊക്കെ ആര് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്, എൻ്റെ PC ഷോൺ സഹോദരനെ പോലെയാണ്. പക്ഷേ PC ജോർജ് സാർ അടക്കം ഇന്നലെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ സ്ട്രോങ് ആക്കത്തേ ഉള്ളൂ. മുഖ്യധാര മുസ്ലിങ്ങളെ വീക്കൻ ചെയ്യുകയും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്ര സംഘടനകൾക്ക് ഊർജ്ജം പകരുന്നതാണ്. മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകണമെന്നും അങ്ങനെയൊക്കെ PC ജോർജ് സാറിനെ പോലെ ചീഫ് വിപ്പായിരുന്ന 6 തവണ MLA ആയിരുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുമെന്ന്. അപ്പോൾ ശരിക്കും വിക്കറ്റ് പോകുമ്പോഴാണ് സന്തോഷിക്കുന്നത്. ജോർജ് സാറിന് ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഒരു ധാരണ കുറവുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷേ അതിന്റെ പിന്നിലെ ഉദ്ദേശം നമുക്കറിയാലോ. അപ്പോൾ നമ്മുടെ മുഖ്യധാര മുസ്ലിങ്ങളെ ഭാരതത്തോട്, ഇന്ത്യയോട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വര സംസ്കാരത്തോട് ചേർത്ത് നിർത്തുകയും തീവ്ര ഇസ്ലാമിസ്റ്റുകളെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു നറേറ്റീവ് നമ്മളും കൂടി, നമ്മളെന്ന് പറഞ്ഞാൽ മുഖ്യധാര ഹിന്ദുക്കൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കൂടി എടുക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കുക, ഇസ്ലാമിസ്റ്റുകൾക്ക് അപ്പർ ഹാൻഡ് കിട്ടും, മോഡറേറ്റ് ആയ മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രാധാന്യമോ അല്ലെങ്കിൽ അവരുടെ ശക്തിയോ ക്ഷയിക്കും. യഥാർത്ഥത്തിൽ തീവ്ര ഇസ്ലാമോഫോബിയ വരുമ്പോൾ തീവ്ര ഇസ്ലാമിസം ശക്തി പ്രാപിക്കും, തീവ്ര ഇസ്ലാമിസം വരുമ്പോൾ തീവ്ര ഇസ്ലാമോഫോബിയ ശക്തി പ്രാപിക്കും. അത് പരസ്പരം ഫീഡ് ഓൺ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പം ജോർജ് സാറിന്റെ അടക്കം പ്രസ്താവന കാണിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ പറയും, കണ്ടോ നമ്മളെല്ലാം മുസ്ലിങ്ങളായിട്ട് ഒരുമിച്ച് മറ്റവർക്കെതിരെ പോരാടിയില്ലെങ്കിൽ നമ്മളെ എല്ലാം ഇല്ലാതാക്കും എന്ന് പറയും. അപ്പോൾ സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, ഒരു ഗാന്ധിയൻ മധ്യവർത്തി നയത്തിന്റെ ഒക്കെ ഫലമായി എല്ലാവരെയും ചേർത്ത് നിർത്തുമ്പോൾ എല്ലാ തീവ്രസ്വരക്കാരും ഇല്ലാതാകും. അതിലൂടെ ഒരു മുഖ്യധാരാവൽക്കരണം വരും. എനിക്കൊരു റിക്വസ്റ്റും കൂടെ ചെയ്യാനുള്ളത്, നമ്മുടെ മുസ്ലിം സംഘടനാ നേതാക്കൾ ആക്റ്റീവ്ലി ശശികല ടീച്ചറിനെതിരെയുള്ള ഈ ത്രെറ്റ് തള്ളി പറയണം. ശശികല ടീച്ചറുമായിട്ട് അവർക്ക് അഭിപ്രായ വ്യത്യാസം കാണും, ശ്രീ വത്സൻ തില്ലങ്കേരിയായിട്ട് അഭിപ്രായ വ്യത്യാസം കാണും, പക്ഷേ കൊല്ലുന്നതല്ലല്ലോ അതിന്റെ പ്രതിനിധി. അപ്പം ശ്രീമതി ശശികല ടീച്ചർ, ശ്രീ വത്സൻ തില്ലങ്കേരി RSSന്റെ വളരെ മുതിർന്ന നേതാവ്, ഇവർക്കെതിരെ വന്ന ഈ ത്രെറ്റെന്ന് NIA കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ച കാര്യങ്ങളെ പേരെടുത്ത് അത് ശരിയല്ലെന്നും അതിൽ അവരോട് സപ്പോർട്ട് ചെയ്യണമെന്നും പറയുമ്പോഴാണ് അപ്പുറത്തെ ഭാഗത്തുള്ള ആൾക്കാർക്ക് തോന്നുന്നത് ശരിയാണ്. ഇപ്പം ശ്രീധരൻപിള്ള സാറൊക്കെ BJPയുടെ പ്രസിഡന്റ് ആയിരുന്നു, ഏറ്റവും മതസൗഹാർദ്ദവാദിയായിരുന്നു. ശ്രീധരൻപിള്ള സാർ അല്ലാതെ ഒരു മുസ്ലിം പരിപാടി അന്ന് കോഴിക്കോട് നടക്കില്ലായിരുന്നു. ശ്രീധരൻപിള്ള സാറിനെ പോലെ, അല്ലെങ്കിൽ ഒരു ലൈൻ പറഞ്ഞാൽ ഇപ്പൊ ശ്രീ സുരേഷ് ഗോപി, അദ്ദേഹം എല്ലാ നോമ്പിന്റെ പരിപാടിക്കും പോകും, എനിക്ക് ബിസ്മി ചൊല്ലി അല്ലെങ്കിൽ മുസ്ലിം വേദം ചൊല്ലി നോമ്പ് തുറക്കാൻ അറിയാന്ന് പറയുന്നു. ഇത് സാധാരണ മുസ്ലിമിന് കോൺഫിഡൻസ് കൊടുക്കും. യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ ഏറ്റവും ദേഷ്യം പോപ്പുലർ ഫ്രണ്ടുകാർക്കാണ്. കാര്യം പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് വേഴ്സസ് തീവ്ര ഹിന്ദുത്വ എന്ന നറേറ്റീവ് ഉണ്ടാക്കാനാണ് താല്പര്യം. പകരം മുഖ്യധാരയിൽ നിന്ന് ഒരുമിച്ച് നിർത്തുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നോ സർവോദയെന്നോ മതസൗഹാർദ്ദമെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരുമിച്ച് നിർത്തുന്ന ആൾക്കാർ വേണം. അതുകൊണ്ട് മുസ്ലിം സമൂഹം ആക്റ്റീവായി പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമെന്ന് NIA കണ്ടെത്തിയിട്ടുള്ള ഈ കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കണം. അത് തെറ്റാണെന്ന് പറയണം. ശശികല ടീച്ചർ അടക്കമുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ടീച്ചറിനെതിരെ വധഭീഷണി വന്നാൽ ടീച്ചറോടൊപ്പമാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം മുസ്ലിം സമൂഹത്തിലെ സഹോദരങ്ങൾ കാണിക്കണം. അങ്ങനെ അവർ ഉള്ളിൽ പറയുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ സാമൂഹിക മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും വന്നു പറയാൻ കഴിയണം. അങ്ങനെ പറയുമ്പോഴാണ് ബാക്കിയുള്ള പൊതുസമൂഹത്തിന് കോൺഫിഡൻസ്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഛിദ്രശക്തികൾ, ഇത്തരം തീവ്രവാദ സംഘടനകളൊക്കെ സമൂഹത്തിൽ ഇനിയും വേര് പടർത്താതിരിക്കുക. നമുക്കറിയാം, നിരോധനമുണ്ട്, അറസ്റ്റുണ്ട്, പല ആളുകളും ജയിലിലാണ് ഇവരുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇവരൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് കരുതാൻ സാധിക്കില്ല. അവർ ലക്ഷ്യത്തിന് വേണ്ടി ഏത് തരത്തിലും, ഏത് രീതിയിലും, ഏത് ഭാവത്തിലും അവർ പ്രവർത്തിക്കും.
പക്ഷേ അവരെ ഈ പറഞ്ഞ പോലെ കണ്ടെത്തി ഒറ്റപ്പെടുത്തുക എന്നുള്ള വലിയൊരു ലക്ഷ്യം നമ്മുടെ സമൂഹത്തിനുണ്ട്. അതിന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപാട് തരത്തിലുള്ള സംഭാവനകൾ ചെയ്യാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ നമ്മൾ അതൊന്നും അല്ല കാണുന്നത്. ഇവരെയൊക്കെ തോളിൽ കയറ്റി നടക്കുന്ന പല നേതാക്കളുടെയും വാക്കുകളും ചിത്രങ്ങളുമാണ്. നിരോധനവും അറസ്റ്റും ശാശ്വതമായ ഒരു പരിഹാരമല്ല. നിരോധിക്കപ്പെട്ട പല സംഘടനകളും പൂർവാധികം ശക്തിയായി തിരിച്ചു വന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. RSS എത്രയോ പ്രാവശ്യം നിരോധിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നിൽക്കുന്ന BJP അല്ലേ. അതുകൊണ്ട് നിരോധനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശാശ്വതമായ പരിഹാരമല്ല. അവരെ ഒന്നുകിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അതിന് അവതാരകൻ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായിട്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും, അത് ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ഏത് തീവ്രവാദ പ്രസ്ഥാനം, അത് ഹിന്ദു മഹാസഭയായാലും മുസ്ലിം തീവ്രവാദമായാലും ക്രിസ്ത്യൻ തീവ്രവാദമായാലും ഇവരെ തള്ളിപ്പറയാൻ തയ്യാറാകണം. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇതിന് വിരുദ്ധമായി നിൽക്കുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന 10-15 വോട്ടിന്റെ പിന്നിലേക്ക് പോകുന്നു. അത് ബാലറ്റിന്റെ ഒരു സവിശേഷതയാണ്. എങ്ങനെയെങ്കിലും ജയിക്കണം, അധികാരം പിടിക്കണം എന്നുള്ള ആ അധികാര ദുർമോഹമാണ് ഇങ്ങനെയുള്ള ചിന്തശക്തികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നു മുതലല്ല, വർഷങ്ങളായിട്ട് തന്നെ ജനാധിപത്യ പ്രക്രിയ ഏതൊക്കെ രാജ്യത്ത് നിലനിൽക്കുന്നു അവിടെ എല്ലാം ഇങ്ങനെയുള്ള തീവ്രവാദ ചിന്തശക്തികൾ വളർന്നുകൊണ്ടിരിക്കും. ആ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗമാണ് ഇലക്ഷനും വോട്ട് ചെയ്യലും. ആ ഇലക്ഷനും വോട്ട് ചെയ്യലും നിൽക്കുകയും ഇതുപോലെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ. പക്ഷേ അതിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലരും തയ്യാറാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഒരു ഇടതുപക്ഷക്കാരനാണ് എനിക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പല തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് അനുകൂലമായ നിലപാട് മാറ്റും. ഇലക്ഷൻ കഴിയുമ്പോൾ ചിലരെയൊക്കെ തള്ളിപ്പറയും. പോപ്പുലർ ഫ്രണ്ടുകാർ ചിലപ്പോൾ തള്ളിപ്പറയും. പിറ്റേന്ന് SDPക്കാര് അവർ വകമേതം മാറി വന്നു എന്ന് പറഞ്ഞ് അവർ സ്വീകരിക്കും. അതുപോലെ തന്നെ മറ്റിവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ RSSുമായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ച്. അവർ നയം മാറ്റി വന്നാൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് അതൊക്കെ എല്ലാ കാര്യങ്ങളിലും ആനുകാലികമായിട്ട് നയം മാറ്റി വരുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന ചിന്താഗതിയിലേക്ക് വന്നാൽ ഇന്നലെ വരെയുള്ള തെറ്റുകൾ മറന്നുകൊണ്ട് ഞങ്ങൾ ഉൾക്കൊള്ളാമെന്ന് പറയുന്നതിനകത്തോട്ട് പരിപൂർണമായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം അവരിൽ ഇഴുകിച്ചേർന്നിരിക്കുന്ന തീവ്രവാദ ബന്ധം ഒരിക്കലും അങ്ങോട്ട് ഇല്ലാതാകാൻ പോകുന്നില്ല. അത് വളരെ അപൂർവമായിട്ട് ചില സിനിമയിലും നോവലിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്നത് ഒരടി കൊള്ളുമ്പോൾ സ്വഭാവം മാറുന്നത്. അതൊന്നും യഥാർത്ഥ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല. ഈ തീവ്രവാദ ബന്ധം ഇന്ത്യയെ പോലുള്ള 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് മത തീവ്രവാദ ശക്തികൾ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ദോഷമാണ്. അതിനെ ശക്തമായിട്ട് എതിർക്കാൻ എല്ലാ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളും തയ്യാറാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ. ശരി, നന്ദി ശ്രീ അഡ്വക്കേറ്റ് വെൽറ്റ് സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പണിക്കർ, രാഹുൽ ഈശ്വറൊപ്പം ശ്രീ സുഭാഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. SDPI PFIയുടെ രാഷ്ട്രീയ മുഖമോ എന്നാണ് പ്രേക്ഷകരോട് ചോദിച്ചത്. അത് എന്ന് 83% ആളുകളും അഭിപ്രായപ്പെട്ടു, അല്ല എന്ന് 12% ആളുകളാണ് അഭിപ്രായപ്പെട്ടത്. പ്രൈം ഡിബേറ്റ് നാളെ മറ്റൊരു വിഷയമാണ്.